അനിൽ മാഷ് എന്റെ മാഷ. മാഷ് പറഞ്ഞറിയാം എനിക്ക്. ശരി ശരി ശരി. നമുക്ക് പിന്നെ കവി തുടങ്ങിയാലോ? തുടങ്ങാം. EBCയുടെ എലഗന്റ് ബുക്ക് ക്ലബ് നടത്തുന്ന പ്രോസ് ഇൻ പിക്സൽസ് എന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ അവസാന ദിവസമായ ഇന്ന്, അവസാന സെഷനാണ് ഇന്ന്, April 14. ഇന്ന് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസം കൂടിയാണ്, വിഷു ആണ്. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷുദിനാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ബാബാ സാഹേബിന്റെ, ഡോക്ടർ BR അംബേദ്കറിന്റെ ജന്മദിനം കൂടിയാണ്. അപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മൾ അംബേദ്കറിനെ കൂടി ഓർത്തുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ അവസാന സെഷൻ കവിതയെ കുറിച്ചുള്ള സെഷനാണ്. കവിയുടെ മലയാള ഭാവന, കവിതയുടെ വർത്തമാനം എന്ന സെഷൻ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുന്നേ EBCയെ കുറിച്ച്, എന്താണ് EBC നമുക്കിടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റി ഒരു സാമാന്യ ധാരണ നൽകാൻ വേണ്ടി ഒരു ചെറിയ ഇൻട്രോ പറയാമെന്ന് കരുതുന്നു. EBC 2020 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ലിറ്റററി സർവീസ് ഏജൻസിയാണ്. ഒത്തിരി കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഇറ്റ്സ് എ പ്രൊമോഷണൽ ആൻഡ് ലിറ്റററി സർവീസ് ഏജൻസി കൺവേർട്ടഡ് ടു എ ബുക്ക് ക്ലബ് ടു സസ്റ്റെയിൻ ദ കൾച്ചർ ഓഫ് റീഡിംഗ് എമംഗ് വർക്കിംഗ് പ്രൊഫഷണൽസ്. We started off with 10 members, which now has grown to 250 plus, inclusive of authors, publishers and academicians. അപ്പോൾ EBCയുടെ പ്രോസ് ഇൻ പിക്സൽസ് എന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഏറ്റവും അവസാന സെഷൻ കവിയുടെ മലയാള ഭാവന, കവിതയുടെ വർത്തമാനം. ഇന്ന് 3 സ്പീക്കേഴ്സ് ആണ് നമുക്കുള്ളത്. 3 പേരാണ് കവിതയെ പറ്റി, കവിതയുടെ വർത്തമാനങ്ങളെ പറ്റി നമ്മളോട് സംവദിക്കുന്നത്, വർത്തമാനങ്ങൾ നമ്മളോട് പറയുന്നത്. അതില് ആദ്യത്തെ അജിത്രി ബാബു ടീച്ചർ സാമൂഹിക പ്രവർത്തകയാണ്, എഴുത്തുകാരിയാണ്. അജിത്രി ടീച്ചറെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത്തേത് ഡോക്ടർ P. ശിവപ്രസാദ് മാഷ്, SP മാഷ് എന്റെ അധ്യാപകൻ കൂടിയാണ്. ഏറ്റവും സ്നേഹത്തോടെ മാഷെ ക്ഷണിക്കുകയാണ്. മാഷ് വളരെ അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്. ഇപ്പൊ MES കോളേജ്, പട്ടാമ്പി MES കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഡോക്ടർ സന്തോഷ് വള്ളിക്കാടാണ്. അദ്ദേഹം പ്രഭാഷകൻ, എഴുത്തുകാരൻ, അതുപോലെ മോട്ടിവേഷണൽ ട്രെയിനർ എന്നുള്ള രീതിയിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ മഞ്ചേരി NSS കോളേജിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. നമുക്ക് എന്തോ ഓക്കെ, നമുക്കപ്പോ സെഷൻ തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. അത് നമുക്കധികം സമയമില്ല. 8 മണിയോടുകൂടെ അവസാനിപ്പിക്കുന്ന, 8:15 അവസാനിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് സെഷൻ അങ്ങനെ കൈകാര്യം ചെയ്യാം എന്നാണ് കരുതി പോരുന്നത്. എല്ലാവിധ ഭാഗത്തു നിന്നുള്ള സന്ദർഭോചിതമായ ഇടപെടലുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കവിതയെ പറ്റി പറയുമ്പോൾ കവിത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്റെ മേഖലയല്ല. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ഒരു ലോക സത്യം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളിൽ എല്ലാവരിലും ആന്തരികമായും ബാഹ്യമായും ഒക്കെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, സാമൂഹികമായും ഒക്കെ നമ്മളിൽ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പരമസത്യമാണ് കവിത എന്ന് എനിക്ക് തോന്നുന്നു. കവിതയെ കുറിച്ച് പറയുമ്പോൾ ഏതൊരു ജീവിത സാഹചര്യത്തിലായാലും, സാമൂഹിക സാഹചര്യത്തിലായാലും, രാഷ്ട്രീയ സാഹചര്യത്തിലായാലും നമ്മളോട് നിരന്തരം ഇടപെടുകയും അതിലൂടെയൊക്കെ കടന്നു പോവുകയും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പലതരത്തിലുള്ള പരിവർത്തനങ്ങളും ചിന്തകളും ആലോചനകളും മോടി പിടിപ്പിക്കലുകളും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഉപാധി എന്നുള്ള രീതിയിൽ കവിത നമ്മളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മുടെ ചുറ്റുപാട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് കൗതുകത്തോടെ പ്രതീക്ഷയോടെ നോക്കി കാണാൻ പറ്റുന്ന ഒന്നാണ്. പെട്ടെന്ന് ഞാൻ ജീവേഷിന്റെ ഒരു കവിത ഓർത്തു പോവുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട് പ്രതീക്ഷയെ പറ്റി, കവിതയിലും ജീവിതത്തിലും ആകമാനമുള്ള പ്രതീക്ഷയെ പറ്റി അദ്ദേഹത്തിന്റെ ജീവേഷിന്റെ 4 വരികൾ ഞാൻ ഓർക്കുന്നുണ്ട്. എന്താ പറയാ, മണ്ണിട്ട് മൂടും മുന്നേ എന്നെ നീയൊരു വിത്താക്കൂ, മഴ കൊണ്ട് മൂടും മുന്നേ എന്നെ നീയൊരു മീനാക്കൂ, മഴ കൊണ്ട് മൂടും മുന്നേ എന്നെ നീയൊരു മീനാക്കൂ, മണ്ണിട്ട് മൂടും മുന്നേ പൂമരത്തിന്റെ വിത്താക്കൂ എന്ന കവിത പോലെ തന്നെയാണ് കവിതയും എന്ന് എനിക്ക് ആത്യന്തികമായിട്ട് പറയാൻ തോന്നുന്നു.
ആദ്യം തന്നെ ഇന്നത്തെ സെക്ഷനിൽ നമുക്ക് എന്താണ് കവിത എന്നുള്ളത് നമുക്ക് ആകെ മൊത്തത്തിൽ പറയുന്നതിന് പകരം എന്താണ് നമുക്ക് കവിത, എനിക്ക് എന്താണ് കവിത, എന്താണ് ശിവപ്രസാദ് മാഷിന് കവിത അല്ലെങ്കിൽ അജിത് ടീച്ചർക്ക് കവിത എന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. കവിതയെ ഏത് തരത്തിലാണ് ആന്തരികമായി ഇന്നത്തെ ഭരണകൂട ഭീകരതയും അതുപോലെ വർഗീയതയൊക്കെ വലിയ രീതിയിൽ നമ്മുടെ നാളെയെ തന്നെ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തില് ഒരു ജനതയാണല്ലോ നമ്മള്. നമ്മുടെ നാളെ എന്താണ്, നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളതിനെ പറ്റിയുള്ള വലിയ വേവലാതികൾ നമുക്കുണ്ട്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും സാമൂഹിക പശ്ചാത്തലവും ഒക്കെ നമ്മുടെ ചുറ്റിലുമുള്ളപ്പോ അല്ലെങ്കിൽ അതിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കവിത അല്ലെങ്കിൽ കല, സാഹിത്യം ഏത് തരത്തിലുള്ള സാംസ്കാരിക പ്രതിരോധമാണ് നമ്മളിൽ അവരവരിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ചുറ്റുപാടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അതിലൂടെ കവിതയിലൂടെ നമുക്ക് എങ്ങനെ ഇടപെടാൻ സാധിക്കുന്നു? ആന്തരികമായി നമുക്കൊക്കെ കവിത എന്താണ് എന്നുള്ളത് സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്ന് കരുതുന്നു. ആദ്യം ശിവപ്രസാദ് മാഷിനെ ഞാൻ കവിതയെ കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഓക്കെ, നന്ദി പുണ്യ. ഞാനിപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. പുണ്ണി പറഞ്ഞപ്പം എനിക്ക് തോന്നുന്നു MES ആണ് പറഞ്ഞെന്ന് തോന്നുന്നു. വള്ളിക്കോട് മാഷിന്റെ കോളേജാണത്. ഓക്കെ, നമുക്ക് തീർച്ചയായിട്ടും പുണ്ണി വിഷയത്തിന്റെ ഒരു പ്രാരംഭ ചർച്ച എന്നുള്ള നിലയ്ക്ക് ജീവേഷിന്റെ ഒരു കവിത പറഞ്ഞുകൊണ്ട് കവിതയുടെ നമ്മളൊക്കെ അനുഭവിക്കുന്ന കവിത എന്താണ്, നമ്മുടെയൊക്കെ ഒരു ഭാവന എന്താണ് കവിതയുമായി ബന്ധപ്പെട്ടത് എന്നും അത് എപ്രകാരമാണ് നമ്മുടെ സമകാല ജീവിത പരിസരങ്ങളോട്, രാഷ്ട്രീയത്തോട്, നമ്മുടെ നിലപാടുകളോട്, നമ്മുടെ അതിജീവനത്തോടൊക്കെ എപ്രകാരമാണ് അത് പെരുമാറുന്നത് എന്നിങ്ങനെ രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങളെയാണ് മുന്നോട്ട് വെച്ചത്. വളരെ പ്രസക്തമായിട്ട് തോന്നുന്നു. നമുക്ക് 2 or 3 തവണയായിട്ട് വന്ന് ഈ ചർച്ച പൂർത്തീകരിക്കുന്ന രീതിയിലായിരിക്കും എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് പുണ്ണി അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ ആദ്യം അത് പറയാം, അതിനുശേഷം നമുക്ക് മറ്റുള്ളവരെ കൂടെ കേട്ട ശേഷം തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഞാൻ വല്ലപ്പോഴും പല സമയങ്ങളിലായി എഴുതുമ്പോഴും അല്ലാത്തപ്പോഴും കവിതയെ പറ്റി എഴുതുമ്പോഴും ഒക്കെ ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് കവിത എന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളോടൊക്കെ നമ്മൾ ഈ സൗന്ദര്യ ശാസ്ത്രങ്ങളെ അല്ലെങ്കിൽ അതിന്റെ പാശ്ചാത്യവും പൗരസ്ത്യവുമായ സൈദ്ധാന്തികതയെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് കവിതയെക്കുറിച്ച് ധാരാളമായിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷെ എന്താണ് കവിത എന്നുള്ളൊരു ചോദ്യത്തിന് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് നാളിതുവരെയും അതിന് വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് കവിത എന്ന ചോദ്യത്തിന് നാളിതുവരെയും ആർക്കും വ്യക്തമായ ഒരു ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് കാരണം അത് പ്രതിജന ഭിന്നമാണ് എന്നുള്ളത് തന്നെയാണ്. എനിക്കും പുണ്യയ്ക്കും ഒക്കെ കവിത വളരെ വ്യത്യസ്തമായ 2 അനുഭവമായാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു സാധ്യത. അപ്പം പുണ്യ കഥ എഴുതുന്ന ഒരാളാണ്, ഒരുപക്ഷെ കഥയിലാണ് പുണ്യ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ടി പത്മനാഭനെ പോലെ കഥ മാത്രം എഴുതുന്ന ഒരു മലയാളിയുടെ ഒരു വാക്ക് ഇവിടെ വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് മനസ്സിൽ, ഭാഷയിൽ കവിതയുള്ളവരെ കഥ എഴുതാവൂ എന്നാണ് അദ്ദേഹം പറയാം. കവിതയുള്ളവരെ കഥ എഴുതാവൂ, കഥയുള്ളവരെ കഥ എഴുതാവൂ എന്നല്ല, കവിതയുള്ളവരെ കഥ എഴുതാവൂ. അത് വസ്തുതാപരമാണ്. കാരണം പുണ്യ വ്യവഹരിക്കുന്നത് കഥയിലായിരിക്കെ തന്നെ വളരെ വാസ്തവികമായ മറ്റൊരു പ്രസ്താവം അവിടെ സാധ്യമാണ്. അത് പുണ്യ വ്യവഹരിക്കുന്നത് കവിതയിൽ കൂടിയാണ്. കാരണം അങ്ങനെയാണ് കവിത പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രതിജന ഭിന്ന വിചിത്രമായ ഒരു 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 കാവ്യ സാമഗ്രിയായി, കാവ്യം എന്നുള്ള വാക്കിന് ഇവിടെ കവിത എന്നുമല്ലല്ലോ അർത്ഥം. നമ്മുടെ സൈദ്ധാന്തികമായിട്ട് കാവ്യം എന്നുള്ളതിന് കല എന്ന് തന്നെയാണല്ലോ അർത്ഥം. അത്തരം ഒരു കാവ്യ സാമഗ്രിയായിട്ട്, ഒരു കാവ്യ മാധ്യമമായിട്ട് കവിത നിൽക്കുന്നു. മാത്രമല്ല അത് കൃത്യമായ നിർവചനത്തിൽ ഒതുങ്ങുമില്ല. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാരണം അത് അതിന്റെ വാക്കിൽ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ എല്ലാ തരം സങ്കല്പനങ്ങളിൽ നിന്നുമുള്ള ഒരു കവിയലാണ് എന്ന് പറയാം. ഇപ്പൊ നമ്മുടെ ടൈറ്റിലെ കവിയ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു തരത്തിൽ കവിഞ്ഞൊഴുകലാണ്, അല്ലെങ്കിൽ അർത്ഥത്തിൽ നിന്ന്, ഒരുപക്ഷെ എഴുത്തുകാരന്റെ ഭാവനയിൽ നിന്ന്, വ്യവസ്ഥാപിതമായ ഒരു സൂചിത ധർമ്മത്തിൽ നിന്ന് ഒക്കെ, ആഖ്യാനത്തിന്റെ സവിശേഷ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ കുതറി മാറുന്ന, കവിഞ്ഞൊഴുകുന്ന ഒന്നായിട്ട് കവിത പ്രവർത്തിക്കുന്നു എന്ന് പറയാം. അപ്പൊ ആ നിലയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, മറ്റെല്ലാ സർഗ വ്യവഹാരങ്ങളിൽ നിന്നും, കലാവ്യവഹാരങ്ങളിൽ നിന്നും വേറിട്ട ഒരു വിനിമയം
സാധ്യമാക്കുന്ന ഒന്ന് എന്ന് നമുക്ക് കവിതയെ താൽക്കാലികമായിട്ട് നിർവചിക്കാൻ തോന്നുന്നു. മറ്റൊരു മീഡിയത്തിലും പറഞ്ഞാൽ നമുക്ക് തൃപ്തി വരാത്ത, മറ്റൊരു മീഡിയത്തിലും നമുക്ക് പറഞ്ഞ് വിനിമയിക്കാനേ കഴിയാത്ത ഒന്നാണ് കവിത എന്ന് പറയുന്നത്. നമുക്ക് വിനിമയിക്കാൻ കഴിയില്ല. ചില കാര്യങ്ങൾ നമുക്ക് ഒരാളോടും പറയാൻ കഴിയില്ല. നമുക്ക് അനുഭവിക്കാൻ കഴിയും, ചിലപ്പോൾ നമുക്ക് ആ അനുഭവത്തിൽ നീറാൻ കഴിയും. അതിനകത്ത് ചിലപ്പം ഈ എം.എൻ. വിജയൻ മാസ്റ്റർ കാൽപ്പനികതയെ പറ്റി പറഞ്ഞ പോലെ കാലുകളെ മറന്നുകൊണ്ട് പിന്നെ ചിറകുകളെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് പറക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് ഒരാൾക്കും പകർന്നു കൊടുക്കാനാവില്ല. ഭാഷയെ പറ്റി ഒരുപക്ഷെ സെസ്യൂറൊക്കെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ പരോൾ അളക്കാമെന്ന് അദ്ദേഹം പറയുന്നു അല്ലെ. ഭാഷയെ അദ്ദേഹം ലാങ്ങും പരോളുമായിട്ട് വേർതിരിക്കുമ്പോൾ പരോൾ അളക്കാം. നമ്മൾ എൻ്റെ ഒരു കഥ വായിച്ചിട്ടോ പുണ്യയുടെ ഒരു കഥ വായിച്ചിട്ടോ നോവൽ വായിച്ചിട്ടോ ഒക്കെ അതിലെ പ്രയോഗങ്ങളെ പറ്റി നമുക്ക് വലിയ ലേഖനങ്ങൾ എഴുതാം. പക്ഷേ ഈ ലാങ് അളക്കാൻ എന്താണ് വഴി? പുണ്യയുടെ ഉള്ളിലുള്ള ലാങ് അളക്കാൻ എന്താണ് വഴി? എൻ്റെ ഉള്ളിലുള്ള ലാങ് അളക്കാൻ എന്താണ് വഴി? ഒരു വഴിയുമില്ല. അത്തരത്തിലൊരു സവിശേഷത കവിതയ്ക്കും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അളക്കാൻ കഴിയാത്ത, ഒരുപക്ഷെ പറയാനുള്ളത് പറഞ്ഞു തീരാത്ത ക്ലാസിക് കൃതികളെ കുറിച്ച് ഇറ്റാലോ കാൽവിനോ പറഞ്ഞിട്ടുള്ള വളരെ വിഖ്യാതമായ ഒരു നിർവചനം, പറയാനുള്ളത് ഇനിയും പറഞ്ഞു തീരാത്ത കൃതിയാണ് ക്ലാസിക് കൃതി. വീണ്ടും വായിക്കുന്ന കൃതി എന്നും പല പല നിർവചനങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. വീണ്ടും വായിക്കുന്ന കൃതിയാണ് ക്ലാസിക് കൃതി എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. ജീവിതത്തിന്റെ മറ്റ് പല സാഹചര്യങ്ങളെയും ജീവിതാവസ്ഥകളെയും നിർവചിക്കാൻ ശേഷിയുള്ള ഒന്നിനെയാണ് ക്ലാസിക് കൃതി എന്ന് പറയുക എന്നൊക്കെ അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്ന ഒന്നാണ് ഈ പറയേണ്ടത് പറഞ്ഞു തീരാത്ത കൃതി. അതുകൊണ്ട് നമ്മൾ ക്ലാസിക് കൃതികൾ മാത്രം വീട്ടിലെ ഷെൽഫിൽ എടുത്തു വെക്കുന്നത്. കാരണം നമുക്കത് അറിയാം, നമുക്ക് തന്നെ അറിയാം ഇത് പറഞ്ഞു തീർന്നിട്ടില്ല, ഞാനത് വായിച്ചു തീർന്നിട്ടില്ല അല്ലെ, എനിക്ക് ഇനിയും വായിക്കേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം. ഈ സാധ്യതയാണ് കവിതയും മുന്നോട്ട് വയ്ക്കുന്നത്. അത് 4 വരിയാണെങ്കിലും 2 വരിയാണെങ്കിലും ആ സാധ്യത കവിത മുന്നോട്ട് വയ്ക്കുന്നു എന്ന് പറയും. ഇപ്പൊ നമ്മൾ ഈ ഹൈക്കുകളിലേക്ക് ഒരു യുഗത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഈ ഹൈക്കുവിന്റെ ഒക്കെ ചരിത്രമൊക്കെ അന്വേഷിച്ച് വളരെ കൗതുകമാണ്. 3 വരിയുള്ള ഒരു കാവ്യഭാഗം വളരെ അനായാസം നിർമ്മിക്കാം എന്നാണ് നമ്മൾ തൽക്കാലം ധരിച്ചു വെച്ചിട്ടുള്ളത്. വളരെ എളുപ്പമാണെന്നാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പം ജപ്പാനൊക്കെ അതിന്റെ ഒറിജിൻ രൂപീകരിച്ചിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ മഹാന്മാരായ ഹൈക്കു കവികൾ അവരുടെ ജീവിതത്തിൽ എഴുതിയിട്ടുള്ള കവിതകളുടെ എണ്ണം 2ഓ 3ഓ ഒക്കെയാണ്. ഏറ്റവും മഹാനായ ഹൈക്കു കവി എഴുതിയിട്ടുണ്ടാവാൻ ഇടയുള്ളത് 2 കവിതയോ ഒരു കവിതയോ ഒക്കെയാണ്. 3 വരി അവരുടെ ജീവിതത്തിൽ മുഴുവൻ ഇരുന്നവർ എഴുതിയത് 3 വരിയാണ്. അത് മതി എന്നാണ്. കാരണം അതത്ര അത് പറഞ്ഞു തീർന്നിട്ടില്ലാത്തതാണ്. ഇനിയും ധാരാളമായി പറയാൻ സാധ്യതയുള്ളതാണ് എന്നതാണ്. പിന്നെ അതിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ കവിത വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു എഴുതുമ്പോൾ സംഭവിക്കുന്നതും അല്ല കവിത. അതിപ്പം കവിതയെക്കുറിച്ചല്ലാത്ത എല്ലാ മീഡിയത്തെക്കുറിച്ച് ഒരുപക്ഷെ പറയാൻ പറ്റും. കാരണം ഇപ്പം നമുക്കൊരു വാർത്താനന്തരം നമ്മൾ തീർച്ചയായിട്ടും വായനക്കാരൻ്റെതാണ് ആർട്ട് എന്ന് പറയുന്നു അല്ലെ. ഒരു വായനക്കാരൻ നിർമ്മിച്ചെടുക്കുന്നതാണ്. അയാളുടെ സന്ദർഭങ്ങളുമായി ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി അനുമാനിച്ചെടുക്കുന്നതോ രൂപീകരിച്ചെടുക്കുന്നതോ ആയ ഒന്നിനെ മാത്രമാണ് നമ്മൾ ആർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എഴുത്തുകാരൻ എന്ത് ഉദ്ദേശിച്ചു, അയാൾ എന്തെല്ലാം സംഘർഷത്തിലൂടെ കടന്നുപോയി, ഇതൊന്നും നമ്മുടെ വിഷയമേ അല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ഒരു സിനിമ വരുന്നപ്പോൾ വലിയ തോതിൽ ചർച്ചയായി. വർഷങ്ങളെടുത്തു ആ സിനിമ ചെയ്യാന്ന് പറഞ്ഞാലും അത് ഞങ്ങളുടെ വിഷയമല്ല എന്ന് ഒരു കാണി പറയുന്നു. നിങ്ങൾ വർഷങ്ങളെടുത്തോ അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് ചെയ്തോ എന്നുള്ളത് ഞങ്ങളുടെ വിഷയമല്ല അല്ലേ. ഇപ്പൊ LJPയുടെ ലാസ്റ്റ് പടം അങ്ങനെയാണ് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടത്. നിങ്ങൾ എത്ര പ്രയാസപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾ അറിയേണ്ട കാര്യമില്ല, ഞങ്ങളോട് അത് എന്ത് പറഞ്ഞു എന്നത് മാത്രമാണ് എന്നാണ്. ആടുജീവിതത്തെക്കുറിച്ചൊക്കെ ഈ സമാനമായ പരാമർശം നമ്മൾ കേൾക്കുന്നത്. അതിന്റെ കാരണം ആർട്ടിന്റെ ഒരു സവിശേഷത, അത് വായനക്കാരൻ അല്ലെങ്കിൽ കാഴ്ചക്കാരൻ അയാളുടെ അനുഭവ പരിസരവുമായി ബന്ധപ്പെടുത്തി അതിൽ നിന്ന് അയാൾക്ക് ചിലത് എടുക്കാൻ പറ്റും. അയാളുടെ ശേഷിക്കുറവും ശേഷിയും അതിനകത്ത് പ്രധാനമായിരിക്കും. അയാൾക്ക് എടുക്കാൻ കഴിയുന്ന എത്ര എന്നതും അയാളുടെ ഒരു ജീവിത സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഒരുപക്ഷെ സംവിധായകനോ എഴുത്തുകാരനോ വിചാരിച്ചതിന്റെ എത്രയോ മടങ്ങ് അയാൾ എടുക്കാം. ചിലപ്പോൾ അതിന്റെ എവിടെയും എത്താതെ പോകാം. അത് വിഷയമേ അല്ല, ഇയാൾ എടുക്കുന്നതാണ്. അതുകൊണ്ട് വായിക്കുമ്പോഴാണ്, വിനിമയിക്കുമ്പോഴാണ്, സംവദിക്കുമ്പോഴാണ് കവിത ഉണ്ടാകുന്നത് എന്നും നമുക്ക് പറയാം. അപ്പൊ പുതിയ കവിതയെ സംബന്ധിച്ചൊക്കെ, നമ്മളെ ഒരു സമകാല കവിതയെ സംബന്ധിച്ചൊക്കെ ഇത് വളരെ വ്യക്തമാണ്. ഇപ്പൊ ജീവേഷിന്റെ കവിത തന്നെ നോക്കൂ. അപ്പം പുണ്യം കോട്ടിയുടെ കവിത തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ്. അത് പ്രണയവുമായി ബന്ധപ്പെടുത്തി വേണമെങ്കിൽ നമുക്ക് വളരെ താൽക്കാലികമായ ഒരു വായന വായിച്ച് തൃപ്തിപ്പെടാവുന്നതാണ്.
പ്രണയിക്കുന്ന സമയത്ത് അങ്ങനെ വായിക്കാൻ വളരെ രസകരമായിരിക്കും. ഒരു പക്ഷെ ഒരു മെസ്സേജ് പോലെ നമുക്ക് നമ്മുടെ പാർട്ട്ണർക്ക് അയച്ചു കൊടുക്കാനൊക്കെ രസമുള്ള ഒരു കവിതയായിട്ട് അത് അങ്ങനെ തൽക്കാലമായിട്ടൊരു ധർമ്മം അത് നിർവഹിച്ചെന്ന് വരും. അവൾ ഇട്ടിട്ട് പോയാൽ അതിനേക്കാൾ രസകരമായി, അവൻ ഇട്ടിട്ട് പോയാൽ അതിനേക്കാൾ രസകരമായ 4 വരിയായിട്ട് അത് മാറുകയും ചെയ്യും. ഇങ്ങനെ പ്രണയവും പ്രണയാനന്തരവും നിലനിൽക്കുന്ന, ജീവിത സമയത്തും മരണത്തിന് ശേഷവും നിലനിൽക്കുന്ന ഒരു സവിശേഷ വിനിമയം ആ വരികൾക്ക് സാധ്യമാവുന്നു. കാരണം നമ്മുടെ മനുഷ്യന്റെ എല്ലാ കാലത്തെയും അസ്തിത്വ ദുഃഖവുമായിട്ടും അവന്റെ സ്വത്വ പ്രതിസന്ധിയുമായിട്ടൊക്കെ ആ വരികൾക്ക് ചേർച്ചയുണ്ട്. നമുക്ക് മീനാവാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വലിയ സത്യമുണ്ട്. ഒരു പൂമരത്തിന്റെ പോലും വിത്താവാൻ കഴിയുന്നില്ല എന്നുള്ള വലിയ സംഘർഷമുണ്ട്. മനുഷ്യൻ ആ നിലയ്ക്ക് പലതരം പരിമിതികളുള്ള ഒരു ജീവിയാണെന്ന് പറയാം. നമ്മൾ വലിയ അത്ഭുതമുള്ള ജീവിയായിട്ടാണ് മനുഷ്യനെ കാണുന്നതെങ്കിലും വാസ്തവത്തിൽ മറ്റു പല ജീവജാലങ്ങളെയും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധികളുള്ള, പരിമിതികളുള്ള ഒരു ജീവിയാണ് എന്നും കാണാം. ഈ പരിമിതികളെ ഒരുപക്ഷെ കവിത പല രീതിയിൽ മറികടക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയാം. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പൊ ഒരു സമകാലം അല്ലെ, ഒരുപക്ഷെ ആളോഹരി ഒന്നിലധികമാണ് മലയാളത്തിലെ കവികളുടെ എണ്ണം എന്നാണ് താരതമ്യേന നമ്മൾ തമാശയ്ക്കായിട്ടും അല്ലാതെയൊക്കെ പറയുന്നത്. കാരണം കവിത എഴുതാത്ത ആളുകൾ വളരെ കുറവാണ്, കവിത പ്രവർത്തിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. ഇപ്പം പല രീതിയിൽ അത് എങ്ങനെയെന്നുള്ളതാണ്, നമ്മൾ ഈ കവിതയെ എങ്ങനെ കണ്ടെടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം പട്ടാമ്പി എന്നൊരു പേര് എന്നെ പറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ നേരത്തെ ടീച്ചർ പറഞ്ഞുകൊണ്ട് പട്ടാമ്പി എന്ന് പറയുന്നുണ്ട്. പട്ടാമ്പിയിൽ ഒരു മത്സ്യ മാർക്കറ്റിന് അവരിട്ടിരിക്കുന്ന പേര് കടൽ തീരം എന്നാണ്. വാസ്തവത്തില് പട്ടാമ്പിയിൽ കടലില്ല, അവിടെ നിളാനദിയേ ഉള്ളൂ. കടൽ കുറെ കൂടെ ദൂരെ പോയിട്ട് വേണം അവർക്ക് മീൻ കൊണ്ടുവരാൻ. പക്ഷെ ഈ കടൽ തീരം എന്ന ആ നെയിം അതൊരു താൽക്കാലിക മാർക്കറ്റാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിലും അതിനകത്തൊരു പോയട്രി വർക്ക് ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ കടൽ തീരം തന്നെയാണ് ഈ പച്ച മീനിനെ കൊണ്ടുവന്ന് വിൽക്കുന്ന ഏത് സ്ഥലവും താൽക്കാലികമായെങ്കിലും സാങ്കല്പികമായെങ്കിലും താത്വികമായെങ്കിലും നിർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഒരു കടൽ തീരത്തെയാണ്. ആ നിലയ്ക്ക് ആ ടൈറ്റിൽ ഒരു കവിതയായിട്ട് മാറും. ഇത് ആ ടൈറ്റിലിട്ട ആൾ അങ്ങനെ വിചാരിച്ചോളുന്നില്ല. അയാള് ഒരുപക്ഷെ പട്ടാമ്പിക്കാരല്ലാത്ത ആളുകൾ ആ വഴിക്ക് പോകുമ്പോൾ വളരെ ഫ്രഷാണ് മീൻ എന്ന് തോന്നിപ്പിച്ചോട്ടെ എന്നേ അദ്ദേഹം വിചാരിച്ചിരിക്കാൻ വഴിയുള്ളൂ ഒരു പക്ഷെ. ഇങ്ങനെയാണ്, ഇതാണ് കവിതയുടെ ഒരു പ്രവർത്തന രീതി എന്ന് തോന്നുന്നു. മാത്രമല്ല എനിക്ക് തോന്നുന്നു കവിത ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് കവികളിലേ അല്ല, കവിത ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് കമ്പോളത്തിലാണ്. ഇപ്പൊ നമ്മുടെ പരസ്യങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ പരസ്യകല മുഴുവനും കവിതയെ അതിഭീകരമായി, ഭീകരം എന്നുള്ള വാക്ക് തന്നെ വേണമെങ്കിൽ പറയാം, അതിഭീകരമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പം കവിതയ്ക്ക് അങ്ങനെ ഒരു വലിയ പറഞ്ഞു തീരാത്ത സവിശേഷമായ വേറിട്ട ഒരു വിനിമയ സംവേദന മാർഗമുണ്ട് എന്നാണ് തുടക്കത്തിൽ പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർത്തിട്ട് എൻ്റെ ഈ ആദ്യത്തെ ടോക്ക് അവസാനിപ്പിക്കാം. നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ നമ്മുടെ കവിത അതിൻ്റെ അതിജീവനത്തിൻ്റെ വളരെ പരുങ്ങലിലാണ് നിൽക്കുന്നത് എന്നും വളരെ ശുഷ്കമാണ് അതിൻ്റെ ഭാവി എന്നും തൽക്കാലം പറഞ്ഞു വയ്ക്കുന്നു. അതൊരു ചർച്ചയ്ക്ക് വേണ്ടിയാണ് ആ ഒരു പോയിന്റ് ഞാൻ പറയുന്നത്. പിന്നീട് തിരിച്ച് വരാം. അപ്പൊ പ്രാഥമികമായി ശിവപ്രസാദ് മാഷ് പറഞ്ഞതിന്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് കവിയലാണ് കവിത, അനിർവചനീയമാണിത് എന്ന് തന്നെയാണ്. നമുക്കെല്ലാവർക്കും വേർഡ്സ്വർത്ത് കാലങ്ങൾക്ക് മുന്നേ പറഞ്ഞു വെച്ചതുപോലെ പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ് എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ എനിക്കിനി അടുത്തത് അറിയേണ്ടത് അജിത്ര ടീച്ചറുടെ കവിതയെ കുറിച്ചാണ്. അജിത്ര ടീച്ചർക്ക് എന്താണ് കവിത? ആന്തരികമായി അജിത്ര ടീച്ചറിൽ എന്താണ് കവിത സൃഷ്ടിക്കുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്നെ സംബന്ധിച്ച് ചില നേരങ്ങളിലെ ചില തോന്നലുകൾ തന്നെയാണ് കവിത. അത് ഏതൊരു കവിയുടേതായാലും വ്യതപൂണ്ട വാക്കുകളുടെ സഞ്ചാരത്തെ ഞാൻ കവിത എന്ന് വിളിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വാക്കിനെ വെറുക്കാൻ വയ്യ. കിളന്ത് തൂവലാൽ ഒളിക്കുവാൻ വയ്യ എന്നൊരു കവി എഴുതിയിട്ടുണ്ട്. അത് പി രാമചന്ദ്രൻ അടക്കമുള്ള കവിയുടെ അടയാളപ്പെടുത്തലിന്റെ ഏറ്റവും അറ്റത്തെ ഒരറ്റമായിട്ട് എനിക്ക് ഈ വാക്കിനെ വെറുക്കുവാൻ വയ്യ, കിളന്ത് തൂവലാൽ ഒളിക്കുവാൻ വയ്യ എന്നുള്ള വാക്കിനെ ഞാൻ ചേർക്കുകയാണ്. വാക്കിന്റെ തിണ്ണയിൽ ഇരിക്കുന്നിട്ടാണ് കവി എപ്പോഴും കവിത മെനയുന്നത്. അപ്പൊ ജീവിതത്തിന്റെ വാഗ്ഹർദ്ദങ്ങളെ അതിനെ കവിത എന്ന പേരിൽ പ്രതിനിധാനം ചെയ്യുന്നുണ്ടെങ്കിലും ഈ അനർത്ഥങ്ങളുടെ വിശപ്പിനെ തണലാക്കിയാണ് കവി എപ്പോഴും പോകുന്നത്. വാക്കിന്റെ തിണ്ണയിൽ കിടന്ന് മഴ നനയുന്നവനെ ജീവിതം പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അയ്യപ്പന്റെ കാലം തുടങ്ങി
കവി ലൂയിസ് പീറ്റർ തുടങ്ങി ഒരുപാട് ആളുകൾ. അപ്പോഴും ആർക്കോ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പില്, അത് ഏകതയാവട്ടെ, സ്വാതന്ത്ര്യം ആവട്ടെ, സ്നേഹത്തിന് വേണ്ടിയിട്ടാവട്ടെ, അവിടെയൊക്കെ കവിത ഉദയം ചെയ്യുന്നുണ്ട്. സാമുവൽ ബക്കറ്റിന്റെ ഗോദായെ കാത്ത് എന്ന് പറഞ്ഞൊരു നാടകം നിങ്ങളൊക്കെ ചിലപ്പോൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് വായിച്ചിട്ടുള്ള ഒരാൾക്ക് വാക്കിന്റെ തിണ്ണ എന്ന് പറയുന്ന ഒരു കവിത കേൾക്കുമ്പോൾ വേറൊന്നും വേണ്ട, ആ ഒരു ശീർഷകം മാത്രം മതി. ഒരു കാത്തിരിപ്പും വെറുതെ ആവില്ലെന്ന് നിനക്കുന്ന ഒരു കവി, ഉറക്കമില്ലാത്ത കലാപകാരിയായിട്ട് കവി ഉണർന്നിരിക്കുന്നു. നമുക്ക് നെരൂദയത്തെ വേറെ കൂടുതൽ ഉദാഹരണങ്ങളൊന്നും വേണ്ട. ഈ മന്ദിരങ്ങളുടെ ഒന്നും പ്രൗഢിക്ക് പുറത്തല്ല, പകരം വാക്കിന്റെ തിണ്ണയിൽ മഴ നനഞ്ഞു തന്നെയാണ് പണ്ട് ഭജഗോവിന്ദത്തില് ശങ്കരാചാര്യരെ സർവപരിഗ്രഹ ഭോഗത്യാഗ എന്നും പറഞ്ഞിട്ട്, അത് സംസ്കൃതം പഠിച്ച കുട്ടികൾക്ക് അറിയണ്ടാവും, ഞാൻ അതിന്റെ വരികളൊക്കെ മറന്നുപോയി. ഒക്കെ ഒരേ കാര്യം തന്നെയാണ് പറയണത്. കസ്യ സുഖം ന കരോതി വിരാഗ എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഇപ്പൊ കാളിദാസന്റെ കാലത്ത് തന്നെ തുടങ്ങി, ഇതിന്റെ തുടർച്ചയാണ്. ഓരോ കവിതയും ഓരോ കാലത്തും തുടർച്ചയാണ്. ഏതെങ്കിലും ഒരു വൃക്ഷ ചുവട്ടിൽ താമസം, വെറും നിലമാണ് ശയ്യ, എല്ലാ സമ്പാദ്യങ്ങളും സുഖഭോഗങ്ങളും ത്യജിച്ചുകൊണ്ട്. അങ്ങനെയുള്ള ഒരു വൈരാഗ്യനില ആർക്കാണ് സുഖം നൽകാത്തത്? എറ്റ വൈരിക്ക് മുമ്പേ ഉഴറിയോടിയ വൈദികനാട്ടെ ആരാകിലെന്ത്, നേരെ വിടർന്ന് വിലസിയിടണ നിന്നെ നോക്കി ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന് നേരത്തെ തന്നെ ചൊല്ലി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും വാക്കിന്റെ തിണ്ണയിൽ ഉണർന്നിരിക്കുന്നവൻ തന്നെയാണ് കവി. കാവ്യഗ്രഹത്തിലെ വാക്കിന്റെ തിണ്ണ എന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ കലാപകാരിയായ ഒരു കവി കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ആധുനിക കാലത്തെ ഒരു കവി എഴുതുകയാണ്, ഒരു പാതി നീ മാത്രമുള്ള അഗാധമായ സുഖം, മറുപാതി നിന്റെ ചതിയുടെ ദർപ്പണം. പ്രണയപ്പകകളുടെ കാലത്ത്, ജീവൻ എടുക്കുന്ന കാലത്ത്, ഒരു പനിനീർപ്പൂ പോലെ വളരെ ഒരു പൂ കൊടുത്ത് പിരിയേണ്ടിടത്ത് മുള്ളുകൊണ്ട് കുത്തി കീറി വരുന്ന ആ സുഖവും ചതിയും ഒരുപോലെ വാഴുന്ന മനുഷ്യ ഹൃദയത്തെ വിലയിരുത്തുന്ന, ഇതൊക്കെ കവികൾക്കാണ് ഏറ്റവും ശുഷ്കമായ, ഏറ്റവും ഹ്രസ്വമായ വാക്കുകളെ കൊണ്ട് പറഞ്ഞ് പരസ്പരം തിരിച്ചറിയിച്ച് സമവായത്തിന്റെ ഒരു വഴിയിലൂടെ നടത്താൻ കഴിയുക. ആ വഴിയിൽ വെച്ച് പറയാനിരിക്കുന്നതൊക്കെ കവിതയായി മുളകൂട്ടുന്നു. അതൊക്കെയാണ് കവിത. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചില തോന്നലുകൾ തന്നെയാണ് കവിത, മനസ്സിന്റെ വ്യഥയുടെ സഞ്ചാരം എന്ന് പറഞ്ഞു വെച്ചത്. വഴി, ഇഷ്ടംപോലെ വഴികൾ ഉണ്ടാവും കവിയുടെ മുന്നിൽ. പക്ഷെ ആ വഴിയിൽ വെച്ച് പറയാനിരിക്കുന്നതൊക്കെ കവിതയായി മുളപൊട്ടുമ്പോൾ അതിൽ തുടുത്തു വിടരുന്നതാവട്ടെ ഒരു പക്ഷേ പിണങ്ങിപ്പോയ ചുംബനങ്ങളാവാം, ബോധപൂർവമായ അഹത്തിൽ നിന്നും സമാഹൃതമായ അബോധത്തിലേക്കുള്ള നോട്ടമാകാം, അതിൽ നിന്നൊരു കവിത ജനിക്കാം. ഒരു പക്ഷേ യുവതയൊക്കെ അത്തരം കവിതകളാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാടിനൊക്കെ ഇത്രമാത്രം കൊണ്ടു നടക്കാൻ കാരണം അതിലൊക്കെ ഒരു നഷ്ടപ്പെടലിന്റെ ഒരു സുഖമുണ്ട്. സുഖം അല്ല അത്, പക്ഷെ ആ ഓർമ്മക്ക് ഒരു ഭയങ്കര സുഖമുണ്ട്. അപ്പൊ ഏറെക്കാലം വായനക്കാരെയൊക്കെ പിന്തുടർന്ന് അസ്വസ്ഥനാക്കിയിരിക്കുന്ന ഒരു കവിത ബലി എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. പച്ചിലകൾ കാണിച്ച് കശാപ്പുശാലയിലേക്ക് കൊണ്ടുപോകുന്ന ഏഴയായ ജീവിയോട് സ്വയം സാദൃശ്യപ്പെടുത്തിയിട്ടാണ് കവി ആ ബലി എന്നുള്ളൊരു കവിത പൂർത്തീകരിക്കുന്നത്. വിശപ്പു തീരുവോളം വേദന നിറഞ്ഞ നിലവിളിയെ ഉപേക്ഷിച്ച് ഇരയുടെ ഹൃദയത്തെ രുചിച്ചു നീർക്കാൻ അപേക്ഷിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അവരിൽ തന്നെ ലയിച്ചു ചേരാനുള്ള ഒരു നോട്ടം. ഉറ്റവർക്ക് ജീവൻ ബലിയർപ്പിക്കും. അപ്പോ ഒരു പ്രവാസിയായാലും അല്ലെങ്കിൽ മൂത്ത മകനായാലും കുടുംബനാഥനായാലും ആരായാലും അവരുടെ സ്നേഹാർദ്രമായ ജീവിതത്തിന്റെ ഭാഗമാകാൻ അവർ കുറെ ബലി നൽകിയിട്ടാണ്. അങ്ങനെ കവിയിൽ നിന്നും ഉയരുന്ന ആന്തരികമായ എല്ലാ നിലവിളികളും കവിതയാണ്. അതേ മനുഷ്യനെ ഉള്ളിൽ തട്ടുന്ന, ഉള്ളുലക്കുന്നത് അതേ മനസ്സിൽ നിൽക്കുള്ളൂ. അപ്പൊ എനിക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ് ഭാവനയെ കുറിച്ചിട്ടാണ്. എന്നാലും ഇൻട്രൊഡക്ഷനായിട്ട് ഇപ്പൊ കടലും മഴയും പൂവും തടാകവും പ്രകൃതി, കവിയുടെ ഹൃദയത്തെ എല്ലാ പ്രകൃതി ചിഹ്നങ്ങളും മുട്ടി വിളിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ കവിതകളിലൊക്കെ ഉടനീളം അവ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഭാവനക്ക് അവിടെ പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നത്. എല്ലാവരുടെ മുന്നിലുള്ള കാഴ്ചകളാണ്, പക്ഷെ അത് കവിതയിൽ വരുമ്പോൾ സവിശേഷമായ ഒരു ഭാവന. ഇപ്പൊ തുടക്കത്തിൽ തന്നെ നമുക്ക് എപ്പോഴും ശ്രീനാരായണ ഗുരുവിന്റെ എത്രയോ ആത്മോപദേശ ശതകമൊക്കെ വായിക്കുകയാണെങ്കിലും അതിലൊക്കെ പ്രകൃതി ചിത്രങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. നാവികൻ നീ ഭവാബ്ദിക്ക്, അല്ലെങ്കിൽ ഞാനും ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് എന്ന ഒരു കവിബോധ്യത്തിൽ നിന്നാവാം ആ പ്രപഞ്ചനാദത്തിന്റെ പ്രവാഹം പ്രാർത്ഥനാ രൂപത്തിലൊക്കെ നമ്മൾ വിദ്യാലയങ്ങളിൽ പഠിച്ചിട്ട് കവിതയുടെ ബാലപാഠങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വിത്തിട്ട് പോകുന്നത്.
അപ്പൊ ഒരു കവിക്കും, എല്ലാ കവികളും നല്ല കവിത എഴുതണം എന്നുള്ള ചിന്തയിൽ തന്നെയാണ് എഴുതുന്നത്. പക്ഷെ ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ലെങ്കിൽ കൂടി അത് ഒരു കവിക്കും അത് നേരം പോക്കാനുള്ള ഒരു ഉപാധിയൊന്നുമല്ല. ചുട്ടു പൊള്ളുന്ന ഒരു തീഗോളമാണ് ശരിക്കും കവിത എഴുത്ത്. പൊള്ളിപ്പോകുമെന്നറിഞ്ഞിട്ട് തന്നെയാണ് ഓരോ കവിയും അതിലേക്ക് പ്രവേശിക്കുന്നത്. എല്ലാ വേദനകളും ഏറ്റുവാങ്ങുന്ന ഒരു അവധൂതനാണ് കവി എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. മൗനത്തിന്റെ മഹാവേദനകളിൽ നിന്ന് വിരിയുന്ന പൂക്കളാണ് ഓരോ കവിക്കും അവരുടെ കവിത. അതങ്ങനെ തന്നെയാണ്. അത് ഒരു ഇതളായാലും, ഒരു ഇതൾ മീൻസ് ഞാൻ വിചാരിക്കുന്നത് ഒരൊറ്റ വരി. ഇപ്പം സാറ് ഹൈക്കു കവിതകളെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. പണ്ടൊക്കെ ആദ്യകാലത്തൊക്കെ ജാപ്പനീസ് ഹൈക്കു കവിതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വിരുദ്ധമായ ആശയങ്ങൾ രണ്ട് വരിയിൽ കൊണ്ടുവന്നിട്ട് മൂന്നാമത്തെ വരിയിൽ അതിനെ ആ രണ്ട് വരികളെയും ബന്ധിപ്പിക്കുന്ന പാരസ്പര്യത്തിന്റെ ഒരു ലോകം കൊണ്ടുവരികയാണ് ചെയ്യുക. ഇപ്പോ മീൻ മീൻ തീർന്നു, കുളം തെളിഞ്ഞു, കണ്ണീര് പോലെ എന്ന് കൊടുക്കും. 3 വരിയുള്ളൂ വെക്കാം. അപ്പോ കുളങ്കലയ്ക്ക് മീൻ പിടിക്കുന്ന ഒരു സംഭവം അവിടെ വരുന്നുണ്ട്. പഴം തിന്ന് പുറത്തായി പാപസ്മരണയിൽ പരമസുഖം. അതിലൊക്കെ വിശാലമായ അർത്ഥങ്ങള്. വായിലൊരു ചിലന്തി വല നെയ്യുന്നു, വിശന്നിട്ട് വയ്യാന്ന്. ഈ വായിലൊരു ചിലന്തി വല നെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും സ്പൈഡർ അല്ല അവിടെ ചിന്തിക്കേണ്ടത്. വെബ്, ഇന്റർനെറ്റ്. ശരിക്കും അതൊരു ചിലന്തിയുടെ ഒരു പണിയും കൂടി ഉണ്ട്. ഈ വല നെയ്ത്ത്, ഇന്റർനെറ്റ് ചതിക്കുഴികളെ കൂടി ആ ഹൈക്കു അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോ ഒരു കൊറ്റിയെ കണ്ടിട്ട് അത് പോട്ടേക്ക്, ഞാന് ഭാവനയെ കുറിച്ചല്ലേ പറയേണ്ടത്, അതുകൊണ്ട് ആ വഴിക്ക് പോകുന്നില്ല. എന്തായാലും കവിതകളൊക്കെ എപ്പോഴും ദർശനം, പ്രണയമായാലും പ്രകൃതി ആയാലും മരണമായാലും ജീവിതമായാലും ഇതിനൊക്കെ ചടുലമായ ഭാഷയിലും ഒക്കെ വളരെ ഹൃദ്യമായിട്ട് ആവിഷ്കരിക്കാൻ കഴിയുമ്പോൾ ഏത് കവിക്ക് അത് കഴിഞ്ഞാലും ആ കവിതകളെയൊക്കെ കാലം ഏറ്റെടുക്കും. കവി ഇനി അന്തർധാനം ചെയ്തു പോയാലും അതങ്ങനെയൊക്കെ തന്നെയായിരിക്കും. എപ്പോഴും ലഹരിയും കവിതയും തമ്മിൽ ഭയങ്കര കാവ്യലഹരിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞേക്കാം. ചൂടുറക്കാത്ത കാലുകൾ, വടിവ് കിട്ടാത്ത വാക്കുകൾ, ഒരു കവി കൂടി ബാക്കിയില്ലിനി, വിഷം വമിക്കുന്ന ലായനി എന്ന് പറഞ്ഞ് ഉരുകി പൊള്ളി അടർന്നിട്ടും ധാരാളം ഒറ്റവരി കവിതകൾ നമ്മൾ ഉപേക്ഷിച്ചു പോയ ഒരുപാട് കവികളുണ്ട്. എന്തായാലും അവരുടെ ഒരു ഭാവന, അവരും ഭാവനക്ക് നൽകിയ പ്രാധാന്യം, അത് തന്നെയാണ് അവരുടെ ജീവിതത്തിന്റെ ഉള്ളൊരുക്കങ്ങളെ കവിതയായിട്ട്, കവിതയുടെ പൊള്ളുന്ന ലാവാപ്രവാഹമായിട്ട് ഓരോ അനുവാചകന്റെ ഹൃദയത്തിലേക്കും നീട്ടി ഒഴിച്ചിട്ടുള്ളത്. നമുക്ക് കാൽപ്പനിക പ്രസ്ഥാനം എന്നാണ് അതിനെ പറയാ. നമ്മൾ റൊമാൻറ്റിസിസം, മലയാള കാൽപ്പനിക കവിതാ പ്രസ്ഥാനത്തെ കുറിച്ച് ആധികാരിക പഠനം ചെയ്തിട്ടുള്ളത് ശരിക്കും സുഗതകുമാരിയുടെ സിസ്റ്റർ പ്രൊഫസർ ഹൃദയകുമാരി, ബി ഹൃദയകുമാരി. അവരുടെ ഒരു പുസ്തകമുണ്ട്, കാൽപ്പനികത എന്ന് തന്നെയാണ് അതിന് പേരിട്ടേക്കുന്നത്. ആ പുസ്തകം കുറച്ച് ഈ കാൽപ്പനികത മീൻസ് ഭാവനക്ക് പ്രാധാന്യമായിട്ടുള്ള കാൽപ്പനിക പ്രസ്ഥാനം, അതിന്റെ തുടക്കവും അതിന്റെ ശരിക്കും വേർഡ്സ്വർത്തിന്റെ ലിറിക്കൽ ബലാഡ്സ് തന്നെയാണ് റൊമാൻറ്റിക്കൽ പ്രസ്ഥാനത്തിന്റെ നട്ടെല്ലെന്ന് സ്ഥാപിക്കാൻ ആ ഗ്രന്ഥം തന്നെ മതി. ദിവ്യമായ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഏകാന്തത, അതിശക്തമായിട്ടുള്ള വികാര വിക്ഷോഭം, അത്യുഗ്രമായ ഭാവന, ഇതൊക്കെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഈ മനോഭാവങ്ങൾ ലയിച്ചു ചേരുമ്പോഴാണ് നല്ല ഒന്നാന്തര. പിന്നെ റൊമാൻറ്റിക് കവിതയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ പണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്തൊരു പാട്ടുണ്ട് ഒരു ഫിലിമിൽ, നമ്മൾ കുളിക്കുമ്പോഴൊക്കെ പണ്ട് പാടുമായിരുന്നു, സുരലോക ജലധാരയൊഴുകി ഒഴുകി. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ലലല ലലല എന്ന് പറഞ്ഞൊരു മ്യൂസിക് വരും. ഇതൊക്കെ കവിതയുടെ ആദ്യത്തെ തുടക്കമാണ്. നമ്മള് ആരെങ്കിലൊക്കെ എഴുതിയാലും ആസ്വാദനത്തിന് പരിധിയില്ലല്ലോ. അത് നമ്മുടെ കൂടുതലും കുളിമുറിയിലായിരിക്കും ഭയങ്കര ആസ്വാദനം നടക്കാൻ. അപ്പോ വികാരത്തിന്റെ വെള്ളച്ചാട്ടമാണ് റൊമാൻറ്റിക് കവിത എന്ന് പണ്ട് എപ്പോഴോ മാഷ് ക്ലാസ്സിൽ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. അപ്പോ വെള്ളച്ചാട്ടം നമുക്ക് കുളിമുറി മാത്രമാണ് ഇപ്പോഴത്തെ കാലത്തുള്ളത്. അപ്പോൾ എപ്പോഴും ഞാൻ ആലോചിക്കുന്നൊരു പാട്ടാണത്. അപ്പോൾ മാനം നോക്കി പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് കേസരി എ ബാലകൃഷ്ണപിള്ള ഇടപ്പള്ളി കവിയുടെ മണിനാഥത്തിനെയും ചങ്ങമ്പുഴയുടെ സ്പന്ദിക്കുന്ന അഗ്നിമാടത്തിലെ വരികളെയൊക്കെ കുറിച്ചിട്ട് കളിയാക്കി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് അവതാരികയിൽ കൂടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നത്, ഐ ഓൾവേസ് സീക്ക് ഇൻ വാട്ട് ഐ സീ, ഐ ഓൾവേസ് സീക്ക് വാട്ട് ഐ സീ, the likeness of something beyond the present and tangible object. വളരെ മാനം നോക്കി പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് കാര്യമുണ്ട്. അപ്പോ ബയോഗ്രാഫി ലിറ്ററേറിയയുടെ
15-ാം അധ്യായത്തിൽ തന്നെ പൊയറ്റിക് പവറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എഴുതുന്നുണ്ട്. അത് നമ്മളൊന്ന് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞിട്ടുള്ള ഈ മാനനോക്കി പ്രസ്ഥാനത്തിലൂടെ വരുമ്പോഴാണ് നമുക്ക് ഈ ഭാവനാശക്തിയുടെ അല്ലെങ്കിൽ പൊയറ്റിക് പവറിന്റെ ഒരു കഴിവ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു കവിക്ക് അല്ലെങ്കിൽ ഒരു മൗലിക പ്രതിഭക്ക് സംഗീതാത്മകത, വിഷയത്തിന്റെ തെരഞ്ഞെടുപ്പ്, അതിലെ ബിംബകൽപ്പന, ചിന്തയുടെ ആഴവും ഊർജവും, അങ്ങനെ 3-4 ഘടകങ്ങളുണ്ട്. അത് കേസരിയും സമർത്ഥിച്ചിട്ടുണ്ട്. ഇനി ലിറ്ററേച്ചറായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അത് ബയോഗ്രാഫിയെ വായിക്കുമ്പോൾ അവർക്കത് മനസ്സിലാവുകയും ചെയ്യും. ജർമ്മൻ ദാർശനികനുണ്ട്, അതും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും ഒരു പക്ഷേ. അദ്ദേഹത്തിന്റെ പേര് ഹാർട്ട്ലി എന്നാണ്. ഈ ഹാർട്ട് നമുക്ക് അതുകൊണ്ടാണ് ആ പേരൊക്കെ നമ്മളിങ്ങനെ ഓർത്തിരിക്കുന്നത്. നമ്മൾ നമ്മുടെ അവയവങ്ങളായിട്ട് ബന്ധിപ്പിച്ചിട്ട് ചില പേരുകളൊക്കെ പഠിച്ചേക്കും. അപ്പൊ ഈ ഹാർട്ട്ലി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഭാവനാതത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് നമുക്ക് കോളേജ് ഒക്കെ പറഞ്ഞേക്കുന്ന അതേ കാര്യങ്ങളാണ് പറയണെങ്കിലും അദ്ദേഹമാണ് സ്മരണ എന്ന് പറഞ്ഞ നിസ്സാര കാര്യമില്ല. സ്മരണയിൽ നിന്നാണ് എപ്പോഴും ഈ കവിത ഉണ്ടാവുന്നത്. ഈ സ്മരണ വികസിച്ച് ഇതിങ്ങനെ ശക്തി ആർജിക്കുമ്പോഴാണ് ഭാവനയാവുന്നത്. ഇതൊക്കെ നമുക്കറിയാം. ഈ ഭാവന എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവുന്നത്? നമ്മുടെ ഓർമ്മകൾ നിരന്തരം നമ്മളെ പൊള്ളിക്കുകയും നമ്മളെ വിഷമിപ്പിക്കുകയും നമ്മൾ പോകുന്നിടത്തും നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും ഒക്കെ ഈ ഓർമ്മ വിടാതെ പിന്തുടരുകയും ചെയ്യുമ്പോൾ കൈ കെട്ടിട്ടാണ് ചിലപ്പോൾ കവിത എഴുതി പോകുന്നത്. അപ്പോ അങ്ങനെ അത് വളർന്ന് ഭാവനയാകുന്നത്. ഇത്തരം അതൊരു ചേഞ്ച് അല്ലേ ശരിക്കും? അതേപോലെ തന്നെയാണ് ഈ ധർമ്മബോധം, നമ്മുടെ മൊറാലിറ്റി ഉണ്ടാവുന്നത് ഇത്തരം ഭാവനയിൽ നിന്ന് തന്നെയാണ്. പലർക്കും പല കഴിവല്ലേ. ചിലർ ഭക്തി ഡിവോഷണൽ ആയിരിക്കും. അവരും ഒരു പക്ഷെ ചില സ്മരണകൾ അവരെ ആ ലെവലിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് അവർ ഭക്തിസാന്ദ്രമായിട്ട് ഇപ്പൊ സൗന്ദര്യ ലഹരിയൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഭജഗോവിന്ദം അത് കേൾക്കുമ്പോൾ നേരത്തെ ഞാൻ മഹാഭാരതത്തിലെ ചില ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ജീർണവസ്ത്രം ഉപേക്ഷിച്ച് നമ്മള് പുതുവസ്ത്രം ശരീരത്തിന്റെ അങ്ങനെയൊക്കെ കുറിച്ച് കുറെ ഭാവനകളില്ലേ. അങ്ങനെ നിയമങ്ങൾക്കനുസരിച്ച് ധർമ്മബോധം ഉണ്ടാക്കുന്നത് ഭാവനയാണെന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് തടസ്സങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ മനുഷ്യനെ ക്രമപ്പെടുത്തുന്നത് ആ അർത്ഥത്തിൽ മാറ്റാം, തടസ്സമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അതും ഭാവന തന്നെയാണ്. അപ്പൊ ഫാൻസി ഇഷ്ടമുള്ള ഓർമ്മകളെ സ്വീകരിക്കാനുള്ള നമുക്ക് തരുന്നത്. ടീച്ചർ, നിർത്തണോ? നമുക്ക് അടുത്ത സെഷൻ അടുത്ത റൗണ്ടിലേക്ക് കടന്ന് അങ്ങനെ പോകുന്നല്ലേ നല്ലത്? ഓക്കെ, താങ്ക് യു ടീച്ചർ. മതിയായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, സമയം ആവുന്നു. അജിത്ര ടീച്ചർ പറഞ്ഞ് തുടങ്ങിയത് ടീച്ചറെ സംബന്ധിച്ച് ചില തോന്നലുകൾ, ചില നേരങ്ങളിൽ ഉണ്ടാകുന്ന ചില തോന്നലുകളാണ് കവിത എന്നുള്ളതായിരുന്നു. ഒത്തിരി കവിതാ ശകലങ്ങളൊക്കെ മുന്നോട്ട് വെച്ച് ഭംഗിയായിട്ട് ടീച്ചർ സംസാരിച്ചു. ചുട്ടുപൊള്ളുന്ന തീഗോളം പേറിയാണ് ഓരോ കവിയും സഞ്ചരിക്കുന്നത് എന്ന് ടീച്ചർ പറഞ്ഞു വെച്ചു. ഇനി കവിതയുടെ ഇന്നത്തെ വർത്തമാനത്തെ പറ്റി, ടോപ്പിക്കും ഏതാണ്ട് അതാണല്ലോ, കവിതയുടെ ഇന്ന് കവിത എന്താണ് സംസാരിക്കുന്നത് എന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ സാമൂഹിക അല്ലെങ്കിൽ രാഷ്ട്രീയ പശ്ചാത്തലവും ഒക്കെ അതിൽ കടന്നു വരേണ്ടതുണ്ട്. ഈ ഒരു ഇന്ത്യയുടെ ആകമാനമുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എടുത്ത് പരിശോധിക്കുമ്പോൾ മലയാള കവിത എങ്ങനെയാണ് സാംസ്കാരികമായി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സാംസ്കാരികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് മലയാള കവിതയുടെ പുതിയ ജീവിതത്തോട് സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തോടുള്ള സംവദിക്കലിനെ, ഇടപെടലിനെ നിങ്ങൾ നോക്കിക്കാണുന്നത് എന്നറിയാൻ ആകാംക്ഷയുണ്ട്. മാഷ് ആദ്യം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് കവിതയുടെ മുന്നോട്ട് പോക്കിലുള്ള ശുഷ്കതയെ പറ്റി, അല്ലെങ്കിൽ അത് തീർന്നു പോകുമോ, അത് അവസാനിച്ചേക്കുമോ എന്നുള്ളൊരു വേവലാതിയൊക്കെ പങ്കുവെക്കുകയുണ്ടായി. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് എന്നതുകൂടി അറിഞ്ഞാൽ കൊള്ളാം. ശിവപ്രസാദ് മാഷിലേക്ക് നമുക്ക് വീണ്ടും എത്തിച്ചേരാം. ഓക്കെ പുണ്യ, അതിന്റെ ഒരു പശ്ചാത്തലം പറയുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ടീച്ചർ പറഞ്ഞ ചില കാര്യങ്ങളോടുകൂടി പ്രതികരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ടീച്ചർ പറഞ്ഞൊരു കവിതയുടെ സ്വഭാവം വാസ്തവത്തിൽ സമകാല കവിതയുമായിട്ട്, ലോകത്തെവിടെയുമുള്ള സമകാല കവിതയുമായിട്ട് നേരിട്ട് ചേർന്ന് പോകുന്നതല്ല പലതും. നമ്മുടെ കാവ്യ സങ്കല്പനം അതാണ് എങ്കിലും നമ്മുടെ ഒരു പാരമ്പര്യ ബോധം നമ്മളിൽ നിർമ്മിച്ചെടുക്കുന്ന ചില കാവ്യ സങ്കല്പനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ വളരെ പ്രസക്തമാണ് എങ്കിലും, അത് ശരിയാണ് എങ്കിലും, നിലവിലെ നമ്മുടെ കവിത ഈ നിലയ്ക്കുള്ള അതിൻ്റെ ആടയാഭരണങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയണം. അല്ലെ, കവിതയ്ക്ക് അതിന്റെ ചരിത്രപരമായ അലങ്കാരങ്ങളൊന്നും തന്നെ ഇന്നില്ല എന്നുള്ളതാണ്
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പാരമ്പര്യത്തെ അത് സ്വയമേവ കുടഞ്ഞെറിഞ്ഞതാണ്. അങ്ങനെയാണ് അത് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത്, അല്ലെ? പക്ഷെ അതോടുകൂടി ഒരു സവിശേഷമായ കാവ്യ ജനായത്വം രൂപീകൃതമാവുന്നുമുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും കവികളാവുന്നത്. ഒരു കാവ്യ ജനായത്വം, അതിൻ്റെ എല്ലാ തരം ഒച്ചകളെയും കേൾപ്പിക്കാൻ ശേഷിയുള്ള ഒരു മാധ്യമമായിട്ട് അത് സ്വയം പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ഒരു ആധുനികോത്തര സാഹചര്യം അങ്ങനത്തതാണെന്ന് പറയാം. അതൊരു പക്ഷെ നമ്മുടെ ആധുനികോത്തരതയുടെ സൈദ്ധാന്തിക പരിസരങ്ങളോ അതിൻ്റെ ഒരു മാധ്യമീകൃതമായ ഒരു സ്വഭാവമോ ഒക്കെ ഒരു പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഘടകമായിരിക്കാം. അപ്പൊ സൈബർ സ്പേസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിരിക്കാം. എഡിറ്റർ ഇല്ലാതെ, ഒരു പക്ഷെ പത്രാധിപരില്ലാതെ നമുക്ക് നമ്മുടെ കാവ്യ സാമഗ്രിയെ പ്രദർശിപ്പിക്കാനുള്ള ശേഷി നമുക്ക് കൈവന്നത് ഒരു പക്ഷെ അതിന്റെ ഒരു ആക്കം കൂട്ടിയിരിക്കാം. അതായത് പറഞ്ഞു വരുന്നത് മാധ്യമം, മുതലാളിത്തം, യന്ത്രം, യന്ത്രബുദ്ധി അഥവാ യന്ത്രഭാവന, സിമുലേഷൻ അഥവാ പകർപ്പുകൾ, ലഘു ആഖ്യാനങ്ങൾ, അല്ലെങ്കിൽ അതിനെ കൗണ്ടർ നരേറ്റീവ്സ് എന്ന് പറയാം. കൗണ്ടർ നരേറ്റീവ്സ്, സൂക്ഷ്മ രാഷ്ട്രീയം, സൂക്ഷ്മ ദർശനം, പ്രദേശം അഥവാ പരിസരം, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട പിന്നീട് പറയേണ്ടി വരും തോന്നുന്നു. ഭാവനയുടെ പകരം, അതാണ് ഞാൻ ഇപ്പൊ ടീച്ചറെ കോട്ട് ചെയ്യാൻ കാരണം അതാണ്. ഭാവനയുടെ പകരം അനുഭവം, അതല്ലെങ്കിൽ ഓർമ്മ, വസ്തുനിഷ്ഠതയ്ക്ക് പകരം ഒരുപക്ഷെ തെളിവിന് പകരം വെളിവ് എന്ന് പറയാവുന്ന ഒരു പുതിയ റീപ്ലേസ്മെന്റ്, അല്ലെ? വസ്തുനിഷ്ഠതയ്ക്ക് പകരം വ്യക്തിനിഷ്ഠത, ഇങ്ങനെ അധികാരത്തോടുള്ള ഒരു സന്ധിയില്ലാത്ത ഒരു സമരം, ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ കൂടിച്ചേർന്നിട്ടുള്ളതാണ് ഇന്ന് നമ്മുടെ കവിത എന്ന് പറയാം. ഇപ്പൊ ഞാൻ ആ പരിസരം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ നിർത്താൻ കാരണം, ഡോക്ടർ എൽ തോമസ് കുട്ടി, കവി കൂടിയായ തോമസ് കുട്ടി, വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ പുതിയ കവിതയെ, ആധുനികോത്തര കവിതയെ പരിസര കവിത എന്നാണ് വിളിക്കാൻ ശ്രമിച്ചത്. അത് ഈ പാരിസ്ഥിതിക മാനങ്ങൾ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല അദ്ദേഹം പറയുന്നത്. പാരിസ്ഥിതിക സ്വഭാവം, ഇപ്പൊ മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് ഇത്തവണ നിങ്ങൾ നോക്കി അറിയാം, തെരഞ്ഞെടുക്കപ്പെട്ട കവിത ബായക്കയുടെ വിശേഷം പറയുന്ന കവിതയാണ്. കാലടി സർവകലാശാലയിലെ ഗവേഷക കൂടിയായിട്ടുള്ള കുട്ടിയുടെ കവിത, റഹീമയുടെ കവിത. ഇത് നോക്കൂ, നമ്മൾ വാഴ എന്നോ അല്ലെങ്കിൽ ബായ എന്നൊക്കെ പറയുന്നത് ഒരു പുതിയ യങ് ജനറേഷന്റെ ടോക്കിലും നമ്മുടെ രാഷ്ട്രീയ സംസാരങ്ങളിലുമൊക്കെ ഒരു പരിഹാസത്തിന്റെ സ്വഭാവത്തിലാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുക. പക്ഷെ എങ്ങനെയാണ് വാഴ വളരെ സവിശേഷമായ പാഠങ്ങൾ നമുക്ക് തരിക? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ അതെങ്ങനെ റദ്ദ് ചെയ്യും? ഒരു വാഴകൃഷിക്കാരന്റെ കുഞ്ഞ് എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കുന്നതിലധികം വാഴയിൽ നിന്ന് പഠിക്കുന്നത് എന്നാണ് ആ കവിതയുടെ ആർത്ഥികമായ ഒരു വശം. കവിത അതിന്റെ ടെക്സ്റ്റിൽ, അതിന്റെ ഭാഷ കൊണ്ട് ഒക്കെ സവിശേഷമായി നിർമ്മിക്കുന്ന വേറൊരു ലോകമുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രദേശം, നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യം, നമ്മുടെ പരിസരം, ആ അർത്ഥത്തിൽ നമ്മുടെ വിശാലമായ പരിസരം, അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, അതിനകത്ത് ജാതിയുണ്ട്, മതമുണ്ട്, അല്ലെ? നേരത്തെ പുണ്യ പറഞ്ഞ പോലെ ഇന്ന് ഡോക്ടർ അംബേദ്കറുടെ ഓർമ്മ ദിവസം കൂടിയാണ്. എല്ലാം കടന്നു വരുന്ന, നമ്മുടെ മൈക്രോ പൊളിറ്റിക്സ് മാത്രമല്ല സ്വത്വ രാഷ്ട്രീയം കൂടി കടന്നു വരുന്ന ഒരു സവിശേഷ സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇതുവരെയും ഒച്ചയില്ലാത്തവർക്ക് ഒച്ച വന്നത്, അല്ലെ? സ്ത്രീക്ക്, ഇതര ലിംഗ വ്യത്യയർക്ക്, ദളിതർക്ക്, ഈ പാർശ്വവൽകൃത ശബ്ദങ്ങൾക്കൊക്കെ ഈ ശബ്ദമുണ്ടായ ഒരു കാലാണ് നമ്മുടേത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു കാവ്യസങ്കേതവും കാവ്യസങ്കല്പനവും ആയിരുന്നു ഇപ്പോഴെങ്കിൽ ഇപ്പോഴും അവർ നമ്മുടെ മുമ്പിൽ വിസിബിൾ ആവില്ല. ഇപ്പോഴും ആ മനുഷ്യർ നമുക്ക് മുമ്പിലില്ല. കാരണം കവിതയ്ക്ക് വളരെ സവിശേഷമായി കവിതയ്ക്ക് ഒരു വരേണ്യ സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇന്നും അത് ഇല്ല എന്നല്ല ഞാൻ പറയണത്. ഇപ്പം ഞാൻ കവിതയുടെ ഒരു ഭാവിയെ കുറിച്ചുള്ള ഒരു ആശങ്ക പറഞ്ഞതിന്റെ ഒരു കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മലയാളത്തിലെ പ്രധാനപ്പെട്ട 10 എഴുത്തുകാരുടെ പേര് എഴുതാൻ പറഞ്ഞാൽ ഒരു പുതിയ ജനറേഷൻ അതിൽ ഒരു കവിയുടെ പേര് പോലും എഴുതാൻ ഇടയില്ല. അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കവിതയുടെ പ്രശ്നം എന്ന് പറയുന്നത്. അത് മുതലാളിത്തവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട, പത്രാധിപത്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പത്രങ്ങൾ ഒരു സംവരണ പേജായിട്ടാണ് കവിത ഇപ്പൊ കാണുന്നത്. ചില മാമൂലികളുടെ പേരിൽ, ചില പാരമ്പര്യങ്ങളുടെ പേരിൽ ഒരു കവിത കൂടി കൊടുത്തേക്കാം എന്നല്ലാതെ ഒരു കവിത വളരെ പ്രധാനപ്പെട്ടതായ ഒരു ആഴ്ചപ്പതിപ്പും വാസ്തവത്തിൽ വരുന്നില്ല. ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം.
മാതൃഭൂമി അടക്കമുള്ള ആഴ്ചപ്പതിപ്പുകൾ എടുത്തു നോക്കിയാൽ അറിയാം. 2ഉം 3ഉം കവിതകൾ പ്രസിദ്ധീകരിക്കുന്നില്ല എന്നല്ല. അപ്പൊ ഏറ്റവും ഒടുവിൽ മാതൃഭൂമിയിൽ 3 കവിതകൾ ഉണ്ടായിരുന്നു. അതിലെ നിഷയുടെ കവിത വലിയ തോതിൽ വായിക്കപ്പെട്ടതാണ്. കൽപ്പറ്റ നാരായണ മാഷിന്റെ കവിത ഉണ്ടായിരുന്നു, മോഹനകൃഷ്ണൻ കാലടിയുടെ കവിത ഉണ്ടായിരുന്നു. കവിതകൾ പലപ്പോഴും ഒന്നേ ഉണ്ടാവാറുള്ളൂ. ഇത്തവണയാണ് 3 ചില സമയത്ത് 2 ഉണ്ടാവും. ഇതൊരു സംവരണ പേജിലേക്ക് ഒതുങ്ങി നിൽക്കുകയാണ്. ഒരു കഥാകാരന്റെ പുതിയ കഥ അവതരിപ്പിക്കുമ്പോൾ നോക്കൂ, നിങ്ങൾ ആ കഥാകാരന്റെ മുഖത്തോടു കൂടിയാണ് കവർ പേജ് തന്നെ ഡിസൈൻ ചെയ്യുക. എന്ന് വെച്ചാൽ ഇതൊരു മുതലാളിത്തത്തിന്റെ ഒരു പത്രാധിപത്യത്തിന്റെ ഒക്കെ ഒരു പുതിയ യുക്തിയിൽ കാവ്യ പുസ്തകങ്ങൾ വാങ്ങാൻ ആളില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് 10 എഴുത്തുകാരുടെ പേര് പറയാൻ പറഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ ഇപ്പോൾ അഖിൽ പി ധർമ്മജനിൽ തുടങ്ങുമായിരിക്കും നമ്മൾ. അത് ഒരുപക്ഷെ അല്ലെ ബെന്യാമിനിലോ മീരയിലോ ഒക്കെ പരാമർശിച്ച് നമ്മൾ വരുമായിരിക്കും. ഈ ഒരുപക്ഷെ നമുക്ക് ഇപ്പൊ പുതിയൊരു സാഹിത്യം ഉണ്ടല്ലോ, മോട്ടിവേഷൻ സാഹിത്യം എന്നുകൊണ്ട് നമുക്കൊരു പുതിയ സാഹിത്യം വന്നിട്ടുണ്ട്. പൈങ്കിളി തിരിച്ചു വരുന്നു എന്നുള്ള ആശങ്കയൊന്നും എനിക്കില്ല കേട്ടോ. ഞാൻ അത് ആ നിലയ്ക്ക് അല്ല പറയുന്നത്. അതൊക്കെ വരികയും പോവുകയും ഒക്കെ ചെയ്യും. അതൊക്കെ വായിക്കാൻ ആളുണ്ട്, വായിക്കുന്നു. നമുക്ക് അതിനകത്ത് വലിയ ആശങ്കയൊന്നും കാര്യമില്ല. അങ്ങനെയെങ്കിലും ആളുകൾ വായിക്കുന്നു എന്നൊക്കെയുള്ള നിലയ്ക്ക് അതിനൊക്കെ തള്ളിക്കളയാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് മാർക്കറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. നമ്മൾ എന്ത് വായിക്കുന്നു തീരുമാനിക്കുന്നത് നമ്മളല്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. അത് മനസ്സിലാക്കാതെ പോയിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, നമ്മൾ എന്ത് വായിക്കണം തീരുമാനിക്കുന്നത് നമ്മളല്ല. അതുകൊണ്ട് നമ്മൾ കവിത വായിക്കേണ്ടതില്ല, നമ്മൾ കവിത കാണേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കാവ്യ പുസ്തകം, ഇപ്പൊ കാവ്യ സമാഹാരങ്ങൾ എത്രണ്ണം വരുന്നുണ്ട് ഒരു വർഷം എന്നൊന്ന് കണക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഫിക്ഷന്റെയും ഈ മോട്ടിവേഷൻ ഒക്കെ ഒരു വലിയ കാറ്റഗറി ആയിട്ട് വരുന്നു. പിന്നെ ഒരല്പം വ്യത്യാസമായിട്ട് കുറച്ച് പുസ്തകങ്ങൾ വരുന്നത് ആത്മകഥ എന്നുള്ളൊരു ജോണറിലാണ്. കാരണം ആത്മകഥയും വാസ്തവത്തിൽ ഈ നോവലുമായിട്ട് വളരെ കഥയ്ക്ക് മത്സരിക്കാവുന്ന ഒരു സാധനമാണ്. കാരണം അതിനകത്ത് കഥയുണ്ട്, കഥ പലതും അല്ലെ പകുതിയും പുകയാണെന്ന് പറയാവുന്ന തരത്തിൽ ആത്മകഥ ഫിക്ഷനോട് വളരെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മഫിക്ഷനാണത്. അപ്പൊ അതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് ഇത് തീരുമാനിക്കുന്ന വാസ്തവത്തിൽ നമ്മുടെ രവിയേട്ടൻ ടീമൊക്കെ തന്നെയാണ്, നമ്മുടെ പബ്ലിഷേഴ്സാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ നമ്മൾ ആരെങ്കിലും വായനക്കാരൊന്നും അല്ല തീരുമാനിക്കുന്നത്. അവർ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു സാധനം തന്നെ നോക്കൂ അല്ലേ. ഇപ്പൊ അന്തർദേശീയ പിന്നെ ഫെസ്റ്റിവൽ നടന്നു തൃശ്ശൂര് ആദ്യമായിട്ട്. അല്പം വ്യത്യസ്തമായിട്ട് കവിതയ്ക്ക് കുറച്ചും കൂടെ സ്പേസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ സമ്മതിക്കുന്നു. തീർച്ചയായിട്ടും കവിതയുടെ കാർണിവൽ പട്ടാമ്പിയിൽ എല്ലാ വർഷവും നടക്കുന്നുണ്ട്. കവിതയെ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ്. ഇത് രണ്ടും ഈ അന്തർദേശീയ ഫെസ്റ്റിവൽ ഈ വർഷത്തെ മാത്രം ആയതുകൊണ്ട് അത് മാറ്റിവെച്ചാൽ, കവിതയുടെ കാർണിവലിനെ ഒഴിവാക്കിയാൽ ഈ കേരളത്തിൽ നടക്കുന്ന ഫെസ്റ്റിവലുകൾ എടുത്തു നോക്കിയാൽ, പ്രസിദ്ധീകരണങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം കവിതയുടെ സ്പേസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. വളരെ ചുരുങ്ങിയ സ്പേസിലാണ് കവിത നിലനിൽക്കുന്നത് എന്ന് പറയാം. മിക്കവാറും അത് സൈബർ ഇടത്തിലാണ് അതിന്റെ ഒരു അതിജീവനം, അല്ലെങ്കിൽ അതിജീവനം എന്നാണോ അതിനെ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, ഒരു ഒഴുക്ക് സാധ്യമാക്കുന്നതെന്നൊക്കെ പറയാം. ഇത് നമ്മൾ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് കാവ്യ സാമഗ്രികൾ വെച്ചുകൊണ്ട് തന്റെ ഭാവുകത്വവും അധികാരവും ഒക്കെ ആയിട്ട് അതിന്റെ നിലയും ഒക്കെ പിടിച്ചു നിർത്തുന്ന ഒരു കൂട്ടം ആളുകൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് കവി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോഴും നമ്മൾ എത്ര പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് നമ്മൾ നോക്കൂ അദ്ദേഹത്തിന്റെ പേര്, ഇപ്പൊ സച്ചിദാനന്ദൻ പോലൊരു പേര് പറയേണ്ടി വരുന്നതെന്ന് ആലോചിച്ച് നോക്കുക. സമീപകാലത്തൊരു വലിയ നല്ല കവിത എഴുതിയ ആളല്ല സച്ചിദാനന്ദൻ. സച്ചിദാനന്ദൻ മോശമാണെന്നല്ല പറഞ്ഞത്, അദ്ദേഹം വലിയ കവിയാണ്, തർക്കമൊന്നുമില്ല. അദ്ദേഹം ലോക കവിതയെ മലയാളത്തിനും പരിചയപ്പെടുത്തി തന്ന വളരെ വലിയ സംഭാവനകളുള്ള മനുഷ്യനാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴും കവി എന്ന പേരിൽ ഒരാളെ പിന്നെ ഒരു മുഖചിത്രത്തിൽ കാണണമെങ്കിൽ, ഒരു ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു കവിയെ കാണണമെങ്കിൽ താൽക്കാലികമായി സച്ചിദാനന്ദൻ തൃപ്തിപ്പെടേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. സച്ചിദാനന്ദൻ തന്നെ നടത്തിയിട്ടുള്ള അട്ടിമറികളൊക്കെ ധാരാളമായിട്ട് നമുക്ക് അറിയുകയും ചെയ്യാം. മറ്റു കവികളൊക്കെ അതേപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ടി പി രാജീവനൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 70കളിലെ സച്ചിദാനന്ദനെ 80കളിലെ സച്ചിദാനന്ദൻ എങ്ങനെയാണ് വെടിവെച്ച് പോകുന്നതെന്നൊക്കെ പിന്നെ ആ കവിതയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് കവി എന്ന നിലയ്ക്ക് അറിയപ്പെടുന്ന, കവി എന്ന നിലയ്ക്ക് പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന, കവിത എന്ന നിലയ്ക്ക് തന്നെ നിലനിൽക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്നുള്ള വളരെ കനം കുറഞ്ഞ ഇപ്പൊ ഇൻസ്റ്റ പേജുകളിലൊക്കെ ഉള്ള കവിതയൊക്കെ ഉണ്ടാവും. ഇൻസ്റ്റ പേജുകളിലൊക്കെയാണ് കവിത നിലനിൽക്കുന്നതെന്ന് പറഞ്ഞു. 1 വരിയിലും 2 വരിയിലും 10 സെക്കൻഡിലും ഒക്കെ ആയിട്ടാണ് കവിത നിലനിൽക്കുന്നതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ കവിതയ്ക്ക് അതിന്റെ ആടയാഭരണങ്ങളൊക്കെ നഷ്ടപ്പെടുക, അലങ്കാരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി ഒരു പുതിയ ജനായത്വം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ആ ജനായത്വം അത്ര ഭദ്രമല്ല. കാരണം നിലവിലെ സാമൂഹിക ജനായത്വം വലിയ അപകടത്തിലാണ്. സാമൂഹിക ജനായത്വം അപകടത്തിലാവുമ്പോൾ അത് സാധ്യമാക്കുന്ന കവിതയുടെ ജനാധിപത്യവും സ്വാഭാവികമായിട്ടും അപകടത്തിലാകും എന്നൊരു ആലോചനയുണ്ട്. മാത്രമല്ല നമ്മുടെ ഭാവനകൾ ഒന്നും തന്നെ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. അത് ചരിത്രപരമായിട്ട് ചരിത്രത്തോട് വളരെ ഇഴുകിച്ചേർന്നായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓർമ്മയിൽ നിന്ന് അങ്ങനെയൊന്നും അല്ല ഭാവന. ഇപ്പൊ സുധീഷിന്റെ ഒരു കവിത നോക്കൂ, ഭകാരത്തിന്റെ ഒരു നൂലുണ്ടാന്നുള്ള കവിതയിൽ അദ്ദേഹം പറയും, ഇപ്പോൾ കൊക്ക് എന്ന് കേൾക്കുമ്പോൾ കൊക്കോകോ ശാസ്ത്രം ഓർമ്മ വരുന്നു.
ഇപ്പോൾ കൊക്ക് എന്ന് വരുമ്പോൾ കൊക്കോക്കോ ശാസ്ത്രം ഓർമ്മ വരുന്നു. വാഴക്കുല എന്ന് കേൾക്കുമ്പോൾ മലയപ്പുലയൻ മാടത്തിൻ മുറ്റത്ത് വീണ്ടും തടമെടുക്കുന്നു. നമുക്ക് വാഴക്കുല എന്ന് കേൾക്കുമ്പോൾ ഇത് മാത്രമല്ല ഓർമ്മ വരുന്നു, സുധീഷിന്റെ കവിത ശേഷം പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ ഇപ്പൊ നമ്മൾ ഇത് വായിക്കുന്നത്. അപ്പൊ നമുക്ക് ചിന്താചർവം വരെ നമ്മുടെ മുമ്പിൽ വരിക. വാഴക്കുല എന്ന് കേൾക്കുമ്പോൾ മലയപ്പുലയൻ മാടത്തിൻ മുറ്റത്ത് വീണ്ടും തടമെടുക്കുന്നു. മീൻകാരനോട് 1/2 കിലോ ചെമ്മീൻ എന്ന് പറയുമ്പോൾ ഷീലയും സത്യനും മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെ ചത്തു മലയ്ക്കാൻ പോകുന്നു. അരിവാൾ എടുക്കുമ്പോൾ അരിവാൾ എടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്താണ്, വായിക്കാൻ പറ്റുന്ന അറിഞ്ഞൂടാ. അരിവാൾ എടുക്കുമ്പോൾ ചുറ്റിക എവിടെ എന്ന് നക്ഷത്രപ്പെടുന്നു. കറിക്ക് ഉപ്പ് കുറവാണെന്ന് പറയാൻ പേടി. ഉപ്പ് സത്യാഗ്രഹക്കാർ കറിപ്പാത്രത്തിലേക്ക് ദണ്ഡിയാത്ര നടത്തുന്നു. ഇതാണ് ഇങ്ങനെ പൊളിക്കുന്ന ഒരു അപ്പൊ ഇത് വാസ്തവത്തിൽ എന്താണ് വേർഡ്സ്വർത്തിന്റെ നിരാകരണമാണ്. ഇത് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ അല്ല. ഇത് സ്വന്തം വൈയക്തിക അനുഭവങ്ങളുടെ കവിഞ്ഞൊഴുക്കേ അല്ല കവിക്ക് കവിത. ഇത് വളരെ പൊളിറ്റിക്കലായി തന്നെ നിർവഹിക്കുന്ന ഒരു നിർമ്മിച്ചെടുക്കുന്ന ഒന്നായിട്ട് ഒരു കാവ്യ സാമഗ്രി ആ നിലയ്ക്ക് ഒരു നിർമ്മിതിയായിട്ട് കവിത മാറുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നതെന്നും കൂടി പറയണം. ഇനിയും സമയം കിട്ടുകയാണെങ്കിൽ തിരിച്ചു വരാൻ തോന്നുന്നു, കൂടുതൽ പറഞ്ഞു പോയാൽ ഉള്ളൊരു പ്രശ്നം ഉള്ളതുകൊണ്ട്. ഓക്കെ, താങ്ക് യു മാഷെ. പോയട്രി ഈസ് പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞത് പോലെ, അതുപോലെ അതിനോടൊപ്പം കവിത ഇന്നത്തെ കമ്പോളത്തിൽ, വായനയുടെ പുസ്തകങ്ങളുടെയൊക്കെ കമ്പോളത്തിൽ നേരിടുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ, കവിത മൊത്തത്തിൽ നേരിടുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. അതിനെപ്പറ്റി, കവിതയുടെ സ്പേസ് ചുരുങ്ങി വരുന്നതിനെ പറ്റി വളരെ പ്രസക്തമായ വിഷയങ്ങളാണ് SP സാർ സംസാരിച്ചത്. അജിത്ര ടീച്ചർക്ക് ഇതിനോടുള്ള പ്രതികരണം എന്താണെന്ന് അറിയാൻ കൗതുകമുണ്ട്. കവിത ഇത്തരത്തിൽ കവിതയുടെ സ്പേസ് ചുരുങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ മൊത്തത്തില് ഏറ്റവും പാർശ്വവർഗ ലോകത്തു നിന്നുള്ള മനുഷ്യര് കവിതയിൽ ഇടപെടുന്നതിനെ പറ്റി, ഇപ്പൊ ക്വീർ കവിതകൾ വരുന്നു, അതുപോലെ സ്ത്രീപക്ഷ കവിതകൾ വളരെ ശക്തമായിട്ട് ഭാഷ കൊണ്ടും രൂപം കൊണ്ടും ഒക്കെ കവിതയിൽ വലിയ രീതിയിലുള്ള പൊളിച്ചെഴുത്തുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗോത്ര കവിതകൾക്ക് വലിയ രീതിയിൽ മലയാളത്തിലൊക്കെ പ്രസക്തി ലഭിക്കുന്നുണ്ട്. അജിത്ര ടീച്ചർ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? കവിതയുടെ ഇന്നത്തെ അവസ്ഥയെ അല്ലെങ്കിൽ കവിതയുടെ നിലനിൽപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നറിയാൻ ഒരു കൗതുകമുണ്ട്. മൈക്ക് ഓണല്ലേ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ, കേൾക്കാം. മാഷ് പറഞ്ഞതിനോട് യോജിപ്പ് തന്നെയാണ്. കാരണം ഇപ്പോ അതിശക്തമായ ഭാഷയില് വിജയരാജ മല്ലികയുടെ കവിതകള്, അല്ലെങ്കിൽ ആദി എന്ന് പറഞ്ഞൊരു പുതിയ ഒരു സമകാലിക മലയാളത്തിലൊക്കെ വളരെ റീസെന്റ് ആയിട്ട് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പൊ വിജില നിഷാസി നാരായണന്റെ കവിതയെ കുറിച്ചിട്ട് മാഷ് സൂചിപ്പിച്ചെന്ന് തോന്നുന്നുണ്ട് അല്ലെ? മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന് ഇപ്പൊ എല്ലാവരും ആ കുളപ്പടവിലാണ്. അപ്പോ ഒരു പൊട്ടക്കിണറോ അല്ലെങ്കിൽ കുളവോ ഒന്നും ഇല്ലാത്തവർക്ക്, ഇപ്പൊ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിട്ട് തീരപ്രദേശത്ത് ജീവിച്ചിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾക്ക് ഉപ്പുവെള്ളം ചവർക്കുന്ന തീരങ്ങളാണ്. അവിടെ കുഴൽക്കിണറായിരിക്കും അധികമുള്ളത്. അപ്പോ കിണർ പോയിട്ടൊരു കുഴൽക്കിണർ പോലും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പടിഞ്ഞാട്ടെ കുളം വെള്ളം പതിവില്ലാതൊരു രാത്രി തുടിച്ചാടി കുളിക്കുന്ന സുഭഗ ശബ്ദം, നിലം മുട്ടും മുടി മാടി അരമുണ്ടും നനച്ചൊട്ടിച്ചിടം കാലിൽ മടമ്പൂരച്ചുരച്ചു തേച്ചും. ഇത് പഴയകാല മാഷ് പറഞ്ഞ പോലെ ഒരു വരേണ്യ സ്വഭാവത്തിന്റെ കുളവും ഈ ഒറ്റമുണ്ടും ഇതിന്റെ പ്രത്യേക ഭംഗിയിൽ വരികയാണ്. ഇതേപോലെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ വിഷുവാണ്. അവിടെ നിന്നിട്ട് ഞാനൊരു ശിശുവായി വിഷുക്കൈ നീട്ടം തരാൻ ആരുമില്ലാത്തോരെന്റെ ബാല്യത്തിൻ സംക്രാന്തിയിൽ പൂത്തിരി കത്തിക്കാതെ കൊടുക്കാതെ കത്തിക്കുമാറുണ്ടു ഞാൻ, കാത്തിരിക്കാറുണ്ടു ഞാൻ പുള്ളുവ പൊലിത്താളം. ഒരു സംഗീതാത്മകത ഒരു വലിയ ധനമായി മാറുന്ന, ഇല്ലായ്മകളെ ഇതുപോലെ തന്നെ ചില വരേണ്യതകളിൽ മുക്കിക്കൊണ്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കേൾക്കുന്ന ചില ശബ്ദത്തിലേക്ക് കൊണ്ടുപോകുന്ന
പല കവിതകളും എത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ രാഷ്ട്രീയമായിട്ടാണെങ്കിലും പട്ടിണി വയറാകാം, വിഷു കൈനീട്ടം പോലും കിട്ടിയിട്ടില്ലെന്നാകാം, ചിലപ്പോ കീറകളാകാം ചുറ്റാൻ ഉടുക്കാൻ. അത് നമുക്ക് പാടുമ്പോ ഇപ്പൊ പട്ടിണി വയറാകാം വിഷു കൈനീട്ടം പോലും കിട്ടിയിട്ടില്ലെന്നാലും കീറകളാകാം ചുറ്റാൻ ഒന്നു ചേർന്നിവരെന്നാൽ ഫലിതം പൊട്ടിക്കുന്നു ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും. കേരളത്തിന്റെ ചിരി എന്നുള്ള ഈ ഇതില് വിഭാഗീയതയുടെ അതിർവരമ്പുകളെല്ലാം ഉടഞ്ഞു വീഴുന്നത് ഈ കവിതയുടെ ആ പട്ടിണി എന്നുള്ളൊരു ഏകദാനതയിൽ. അന്ന് എല്ലാവരും ചേർന്നിട്ടുണ്ട്, എല്ലാ നിരത്തും പഴമയുടെ എല്ലാ സർവ്വജീർണതകളെയെല്ലാം ചുട്ടരിച്ചുകൊണ്ട് ഒരു നീതിയുടെ അല്ലെങ്കിൽ വലിയൊരു പൊളിറ്റിക്സ്. ഇപ്പോ കമ്മ്യൂണിസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സോഷ്യലിസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യവസ്ഥിതികളെല്ലാം ഉടച്ചു വാർക്കും എന്നുള്ളൊരു ഒരു പ്രതീക്ഷയാണത്. അങ്ങനെ നീതിയുടെ തത്വം പുലരുന്ന ഒരു പുതിയ കാലത്തെ കവിത എന്താ പറയാ, ആടിനില കാണിക്കുന്നതിലൊരു നടത്തിക്കൊണ്ടുപോകുന്നുണ്ട് പുതിയൊരു ഭൂലോകത്തെ സൃഷ്ടിക്കാൻ. അപ്പൊ അംബേദ്കറിനൊക്കെ ഇവിടെ സൂചിപ്പിച്ചു, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നുള്ളൊരു, അല്ലെങ്കിൽ ഭരണഘടനയുടെ ഒക്കെ നിർമ്മിതി, അതൊക്കെ ഒരു ഒന്നാം തരം കവിതയാണ്. നമുക്ക് വിഷുക്കൈ നീട്ടം തന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഉള്ള ഓരോ റൈറ്റ്സ്. പുതിയ കാലത്ത് പുതിയ ദേശത്ത് ഓരം ചേർന്ന് പോകുമ്പോൾ നമ്മൾ ആ രീതിയിലൊക്കെ ചിന്തിക്കും. അങ്ങനെ പുതുതായിട്ട് പുലരാനുള്ള ഒരു പുതിയ കാവ്യനീതി. അപ്പൊ പുതിയൊരു കേരളത്തെ സ്വപ്നം കാണുമായിരുന്നു മുമ്പ് വൈലോപ്പിള്ളി തന്റെ കവിതയിലൂടെ, ഇപ്പൊ ഞാൻ ചൊല്ലിയ കവിതയിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ മലയാള വിഷുവിനെ സമത്വമായിട്ടും സ്വാതന്ത്ര്യമായിട്ടും കണ്ട വൈലോപ്പിള്ളിയുടെ ദർശനം ഇന്ന് പുതിയ പ്രവൃത്തി പദത്തിലെ ഉറപ്പിച്ചു നിർത്തേണ്ട ആ ബാധ്യത ഏറ്റെടുത്ത കവികളുണ്ട്. ഇപ്പൊ ശ്രീജിത്ത് അരിയല്ലൂര്, രാഹുൽ മണപ്പാട്ട്, റീസെന്റ് ആയിട്ട് ബ്രണ്ണൻ കോളേജിലെ ഗവേഷകയായിട്ടുള്ള ആതിര, അങ്ങനെ കുറെ അവരുടെയൊക്കെ കവിതകളിലൂടെ. ഇപ്പൊ സോമൻ കടലൂർ എന്ന് പറഞ്ഞൊരു കവിയുണ്ട്, കടൽ. ഇപ്പൊ ഡി അനിൽകുമാർ കടൽ ജീവനമായിട്ട്, കടൽ വിഷയമായിട്ട് അസലായിട്ട് കവിതകൾ എഴുതുന്ന, ഇതൊക്കെ നീറുന്ന ജീവിത പ്രശ്നങ്ങളെ കുറിച്ചിട്ട്. അങ്ങനെ കവിതയുടെ സമത്വ ചിന്താഗതി, ലിംഗനീതി, അതിന്റെയൊക്കെ സ്വാതന്ത്ര്യം മുമ്പ് വൈലോപ്പിള്ളി കണ്ട. ഇപ്പൊ പാലം വന്നപ്പോ, കുറ്റിപ്പുറം പാലം വന്നപ്പോൾ അമ്പപേരാറേ നീ മാറിപ്പോമോ ആകുല മാമൊരൊഴുക്കു ജാലായി എന്നൊക്കെ പറഞ്ഞിട്ട് വെതപൂണ്ട കവി. പക്ഷെ അപ്പോഴും ഭാരതപ്പുഴയോട് പറയുന്നുണ്ട്, നീ ഈ പാലത്തിന്റെ നാട്ടം നൂഴാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടി മാറ്റാൻ വേണ്ടിയിട്ട് ആനയുടെ കൂടെ കുട്ടികളെ നൂഴിക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പൊ ഇത്തരം പ്രതീകങ്ങളും ബിംബവൽക്കരണങ്ങളൊന്നും പുതിയ കാലത്ത് വരുന്നില്ല. ഇപ്പോഴത്തെ കവികള് നാട്ടനൂഴാതെ തന്നെ നേരിട്ട് കാര്യം പറയാൻ പാകത്തില് ഒരു പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരികയാണ്. അപ്പോ മാഷ് സൂചിപ്പിച്ചതിലൊരു കാര്യമുണ്ട് അവിടെ, കവിതാരചന എന്ന് പറഞ്ഞ സംഘർഷമാണ്. ആ ഒരു സംഘർഷം നമ്മുടെ ഉള്ളിലേക്കും വരണം. അത് ഇപ്പോ പാട്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഒക്കെ എഴുതാം. അപ്പൊ സ്വതന്ത്രമായ ഒരു ആവിഷ്കാരമാണ് കവിത. ഇപ്പൊ സിനിമാ പാട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പോപ്പുലാരിറ്റി ഒക്കെ കിട്ടുകയാണെങ്കിൽ കൂടി ഈ പാട്ടിന്റെ ആസ്വാദകർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവർക്ക് പ്രത്യേകിച്ച് മുൻവിധിയൊന്നുമില്ല. അവരൊരു പാട്ട് ആദ്യമായിട്ട് കേൾക്കണം. ഇപ്പൊ ആടുജീവിതം എന്നുള്ളൊരു നോവല് സിനിമയായി. അപ്പൊ പല പല ഇത് വന്നപ്പോ പെരിയോനെ എന്നുള്ള പാട്ട്, അതിന് ഈണം കൊടുത്ത ആള് റഹ്മാനാണ്. ആ റഹ്മാൻ വരുന്ന വിധത്തിൽ തന്നെ റഹ്മാൻ ആ പാട്ട് വലിയൊരു തരംഗമായിട്ട് മാറുകയാണ്. അപ്പൊ അവർക്കൊരു മുൻവിധി ഇല്ലാത്തതുകൊണ്ട് അവരൊക്കെ ഏറ്റെടുക്കുകയാണ്. പക്ഷെ ഈ കവിതയുടെ വായനക്കാരങ്ങനല്ല. അവര് കുറെ പേര് വളരെ കൃത്യമായ മുൻവിധികളും വിധാതാക്കളും വിധികർത്താക്കളും ഒക്കെയാണ്. അവര് അത്ര നിഷ്കളങ്കരായ ആസ്വാദകരെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ കവിക്ക് പേടിയുണ്ട്. കവിതയായിട്ട് വരുമ്പോൾ കുറച്ചും കൂടെ അമ്പുകള് നമ്മള് മറ്റേത് സംഗീതത്തിന്റെ ഒക്കെ ഒരു ഇതില് അങ്ങോട്ട് കുറച്ചും കൂടെ പാടി നീട്ടി നമുക്ക് എളുപ്പമാക്കി എടുക്കാം. പക്ഷെ കവിതക്ക് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കവിതക്ക് നിരവധി തലങ്ങളും ഭാവങ്ങളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അതായത് മഹാകാവ്യങ്ങൾ മുതൽ ഹൈക്കു വരെ നോക്കുമ്പോൾ ഇപ്പൊ വരികൾ ചിട്ടപ്പെടുത്തി വരുമ്പോഴാണല്ലോ ഒരു പാട്ട് പൂർത്തിയാവുന്നത്. അതുപോലെ ചിട്ടപ്പെടുത്തി വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പോ വൃത്തം തെറ്റിയാലും വൃത്തത്തിലേക്ക് വന്നാലും ഇപ്പൊ പടിഞ്ഞാട്ടേക്കുള്ളതൊക്കെ വന്നു കഴിഞ്ഞപ്പോ വൃത്തത്തിൽ എഴുതാനുള്ള ഒരു ത്വര മനുഷ്യന്റെ ഉള്ളിൽ എത്തുന്നുണ്ട്. കാരണം അതങ്ങനെയാണ്, നമുക്ക് എന്തിനേയും കുറച്ച് നാൾ അനുകരിക്കാനുള്ളൊരു ഉണ്ടാവും. പക്ഷെ എന്ത് എഴുതിയിട്ടുണ്ടെങ്കിലും ജീവിത വൃത്തം, നമ്മളിപ്പോ ഒരു നോട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പൊ ആ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവില്ലേ, ഈ നോട്ട് കൊണ്ട് കള്ള് കുടിക്കരുത് എന്നൊക്കെ എഴുതിയിട്ടില്ലേ. അത് വെച്ചിട്ട് വളരെ അടുത്ത കാലത്ത് ഒരു കവിത ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയൊരു നോട്ട് കവിയുടെ കയ്യിൽ കിട്ടിയപ്പോഴേ ആ കയ്യക്ഷരം നോക്കുകയാണ് കവി. ഇരുന്നിട്ട് പറഞ്ഞ ഈ കവി കയ്യക്ഷരം നോക്കിയിട്ട് കവിയും ഒരു മനഃശാസ്ത്ര ഗവേഷകനായി മാറുകയാണ്. കവി പറയാണ്, ഓ ഇത് ഏതോ ഒരു സ്ത്രീ എഴുതിയിട്ടുള്ളതാണ്. അവര് പേടിച്ച് വിറച്ചിട്ട് അല്ലെങ്കിൽ അവര് അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ കൈവിറച്ചിട്ടോ എഴുതിയിട്ടുള്ളൊരു എഴുത്താണ്.
ഒരാളെങ്കിലും നെഞ്ചേറ്റുകയും പാലിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിൽ അത് ലോകത്തിൽ ഒരു തിരുത്തൽ ശക്തിയായി കൈമാറ്റം ചെയ്യപ്പെട്ട് പോവുകയാണ്. ആ നോട്ട് ഇങ്ങനെ മാറി മാറി പോവല്ലേ, നമ്മളത് പിടിച്ചു വെക്കുന്നില്ലല്ലോ. കാരണം ജീവിതമല്ലേ, ജീവിക്കണ്ടേ, ആരും സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പണം ഒന്നും എടുത്തു വെക്കുന്നില്ല, ഒക്കെ ചെലവായി പോവുകയാണ്. അപ്പോ ആ ഒരു വാക്ക് പണ്ടത്തെ ബാർട്ടർ സമ്പ്രദായങ്ങളിലേക്ക് വരെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഒരാളുടെയെങ്കിലും മനസ്സിൽ തൊടുന്ന നെഞ്ച് പിടയുന്ന ഒരു വാക്കാണ് കവിതയെന്ന്. അത് ലോകത്തിന്റെ വിവിധ ഭാഷകളിൽ അതിരുകൾ ഭേദിച്ചുകൊണ്ട് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു അനുഭവത്തെ കുറിച്ചിട്ടാണ് കവി അവിടെ വേവലാതിയോടുകൂടി പറയുന്നത്. അപ്പോ മാഷ് പറഞ്ഞ കാര്യം ഞാൻ അതിനോട് കൂടി ചേർത്തത്, ഏത് ഭാഷയിലായാലും സങ്കടങ്ങൾക്ക്, കണ്ണീരിന്, ചോരക്ക് ഒക്കെ ഒരേ വികാരമാണ്, ഒരേ വേദനയാണ്. അപ്പൊ ഇനി ഞാൻ നിർത്തിയിട്ട് അടുത്ത ഘട്ടം പറഞ്ഞാൽ മതിയോ? ഞാനിങ്ങനെ പറയാൻ തുടങ്ങിയാൽ പറഞ്ഞു പോകും, അതുകൊണ്ട് ചോദിക്കാണ്. ഓരം ചേർന്ന് പോകുന്നവർക്ക് കവിതയുടെ ഓക്കെ ടീച്ചർ പറഞ്ഞു വന്നതുപോലെ തന്നെ കവിതയെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ പറഞ്ഞ് ഒത്തിരി കടൽ പോലെ പരന്നതാണത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി സംസാരിച്ചു പോകും. നമുക്ക് ചുരുങ്ങിയ സമയമാണുള്ളത് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കൂടെ കിടക്കുകയാണ്. ഒരുപക്ഷെ ഇത് അവസാനത്തെ ഒരു ഘട്ടം കൂടി ആയിരിക്കും. നമുക്കിത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കവിതയെ കുറിച്ച് പറയുമ്പോൾ കവിതയുടെ ഭാഷയെക്കുറിച്ച്, ഭാഷയിൽ ഉണ്ടാകുന്ന നിരന്തരമായ പരിണാമത്തെക്കുറിച്ച്, പരിവർത്തനത്തെക്കുറിച്ച്, പൊളിച്ചെഴുത്തുകളെ കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു. കാലങ്ങളായിട്ട് ഇപ്പൊ കവിത എന്നുള്ള ഒരു മാധ്യമം വന്ന മുതലേ അതിനോടനുബന്ധിച്ചിട്ടുള്ള നിരവധി കോൺട്രഡിക്ഷൻസും അതുപോലെ കോൺഫ്ലിക്റ്റുകളും ഒക്കെ നടക്കുന്നുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം വൃത്തവും പ്രാസവും ഒക്കെ വന്നപ്പോ അതിന് എതിരായിട്ട് ഒരു പക്ഷം വരികയും അലങ്കാരങ്ങളും ആ കവിതയുടെ അതുവരെയുള്ള വരണ്യതയൊക്കെ കെട്ടുപൊട്ടിക്കാൻ ഒരു വിഭാഗം പയ്യെ ഉണ്ടായി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാലഘട്ടം മാറുമ്പോൾ കവിത മാറുന്നു. കവിതയിൽ ഉണ്ടാകുന്ന കവിതയുടെ മൊത്തത്തിലുള്ള രൂപത്തിലും ഭാവത്തിലും താളത്തിലും ഭാഷയിലും ഒക്കെ വലിയ രീതിയിൽ കവിത പരിവർത്തനങ്ങൾക്ക് വിധേയമാകുന്നു കൂടിയുണ്ട്. ഇന്നത്തെ കാലത്തെ കവിതകൾ എടുത്തു നോക്കുമ്പോൾ കവിതയുടെ ഭാഷയിൽ ഉണ്ടാവുന്ന വളരെ രസകരമായിട്ടുള്ള മാറ്റങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടത്. ഇപ്പം നേരത്തെ മാഷ് പറഞ്ഞു മാതൃഭൂമിയിൽ ഇത്തവണ കവിതയ്ക്ക് സമ്മാനം കിട്ടിയിരിക്കുന്നത് പ്രാദേശികതയ്ക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകുന്ന, ഭാഷയിൽ പ്രാദേശികത കടന്നു വരുന്ന കവിതകൾ നമ്മൾ ഒത്തിരി വായിക്കുന്നുണ്ട്. അത്തരം കവിതകൾക്ക് വലിയ രീതിയിലുള്ള എന്താ പറയാ മുഖം ലഭിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇത് ഒരു തരത്തില് വായനയുടെ കമ്പോളത്തെ കുറിച്ചുകൂടി നമ്മൾ സംസാരിക്കുമ്പോൾ മാർക്കറ്റിങ്ങിലൊക്കെ ഇത്തരത്തിലുള്ള കവിതകൾ വരുമ്പോൾ ആ ഒരു അനുകരണ സ്വഭാവം, ക്ലിക്കാവുന്ന കവിതകളെ അനുകരിക്കുന്ന ഒരു സ്വഭാവം കൂടെ വരുന്നുണ്ട്. അതിപ്പോ ഭാഷയിലായാലും രൂപത്തിലും ഭാവത്തിലും ഒക്കെ അത്തരത്തിലുള്ള ഒരു സ്വഭാവം വരുന്നുണ്ട്. ആ ഒരു സ്വഭാവത്തെ എങ്ങനെ നോക്കിക്കാണുന്നത്? മാത്രമല്ല കവിതയുടെ പ്രാദേശിക സ്വഭാവത്തെ പറ്റി, കവിതയുടെ ഭാഷയിലും രൂപത്തിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രാദേശിക സ്വഭാവത്തെ പറ്റി ഇപ്പൊ കവിതാ വിവർത്തനങ്ങളൊക്കെ വന്നപ്പോ ഗീതാ സൂര്യനൊക്കെ കവിത പാശ്ചാത്യ കവിതകൾ രസകരമായിട്ട് വിവർത്തനം ചെയ്തു, നമ്മുടെ ഏറ്റവും പ്രാദേശികമായിട്ടുള്ള ഭാഷയിലൊക്കെ നിന്നുകൊണ്ട്. അത്തരത്തിലുള്ള ഒരു സൈഡും ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? മാഷ സംസാരിച്ചവരാണ്. ഓക്കെ പുണ്യ, നമുക്ക് തോന്നുന്നു ഇനിയൊരു 5-6 മിനിറ്റ് എടുത്ത് നിർത്തേണ്ടി വരും അല്ലേ? അതല്ലേ നമ്മുടെ രീതി? നമുക്ക് കാലിനെ അവസാനിപ്പിക്കണ്ടേ? ശരി, അതും കൂടെ പറയാൻ തോന്നും. അപ്പൊ ഇത് വാസ്തവത്തിൽ ഈ ട്രെൻഡ് ഒരു പ്രശ്നമാണ്. ട്രെൻഡിനൊപ്പം പോവുക എന്ന് പറയുന്ന ഒരു സംഗതി പുതിയ കാലത്തെ സംബന്ധിച്ച് കവിതയ്ക്കും അത് ബാധകമാണ്. പ്രത്യേകിച്ച് സൈബർ സ്പേസിലാണ് നല്ല കവിതകൾ പലതും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, അച്ചടി മാധ്യമത്തിലല്ല. സ്വാഭാവികമായിട്ടും സൈബർ സ്പേസിലെ ജനങ്ങൾ അവരവരുടെ പ്രാദേശികതകളെ എങ്ങനെ, ഒരു പൈതൃക വ്യവസായത്തിന്റെയും കൂടി കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ എന്ന് പറയാവുന്നത് എങ്ങനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാം, അതെങ്ങനെ ഒരു വരുമാനമാക്കി മാറ്റാം എന്നൊക്കെയുള്ള ആലോചന ഇപ്പൊ യൂട്യൂബിന്റെയും ബ്ലോഗുകളുടെ ഒക്കെ ഒരു കാലം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊറോണാനന്തരം അത് വലിയ തോതിലൊരു വ്യാപനം അതിന് കിട്ടിയിട്ടുണ്ട്. വലിയ തോതിൽ ആളുകൾ അതിനകത്ത് പൈസ ഉണ്ടാക്കുന്നു, ജീവിക്കുന്നു. സ്വന്തം സംസ്കാരം ഒരു വിൽപ്പന ചരക്കാണ് എന്ന് ഇപ്പൊ നമുക്ക് നല്ല ബോധ്യമുണ്ട്. നേരത്തെ നമുക്കത് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് വേറൊരു വസ്തുത. അപ്പൊ അത് കവിതയും ബാധിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ഇപ്പം കവിതയിലെ ഭാഷ
പ്രാദേശികത വരുന്നു എന്നുള്ളത് ആ നിലയ്ക്ക് ഒരു സെൻസിൽ കാണേണ്ടതുണ്ട്. അതേ സമയത്ത് തന്നെ ആധുനികോത്തരത കൊണ്ടുവന്നൊരു പുതിയ സാഹചര്യം, ഈ അനിൽകുമാറിന്റെ കവിതകളൊക്കെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കടപ്പുറം കവിതകൾ, ഇരുള മുതുവ ഭാഷയിലൊക്കെയുള്ള അശോകന്റെയും സുകുമാരന്റെയും ശിവന്റെയും ഒക്കെ കവിതകൾ, ഇങ്ങനെ വലിയ ഒരു തുറവി കവിതയിലെ ഭാഷാപരതയോട് ഉണ്ട്. ഇപ്പം നേരത്തെ പടിഞ്ഞാറ്റക്കുളം ടീച്ചർ പറഞ്ഞതുപോലെ വൃത്തത്തിൽ ഒരു കവിത എഴുതുന്നതിന്റെ സുഖം അല്ല വാസ്തവത്തിൽ ആ കവിത താൽക്കാലികമായി ചർച്ച വൃത്തത്തിലേക്ക് പോയെങ്കിലും അത് ഉണ്ടാക്കിയൊരു ഭ്രമാന്തരീക്ഷമുണ്ട്. ഇപ്പം ഭ്രമയുഗത്തിന്റെ ഒരു അപഭ്രംശമാണല്ലോ നമ്മൾ. ആ ഭ്രമാന്തരീക്ഷത്തെയാണ് വാസ്തവത്തിൽ പല ആളുകളും ആഘോഷിക്കാനോ പിന്നെ ആസ്വദിക്കാനോ ശ്രമിച്ചത്. അതിനകത്തൊരു സൂക്ഷ്മമായ പ്രശ്നമുണ്ട്. അതും ആ സമയത്ത് തന്നെ ആളുകൾ പറയുകയും ചെയ്തു. പലരും വായിച്ച പലരും അത് പറയുകയും ചെയ്തു. ഈ ടീച്ചർ തന്നെ സൂചിപ്പിച്ചു അതല്ലേ, പടിഞ്ഞാറ്റക്കുളം ഉള്ള ഒരാൾക്കാണ് ഈ ആത്മാഭിരതി. അത്തരം ഒരു ആലോചന ഉള്ള ആളുകൾക്ക് മാത്രമാണ്. അല്ലാത്ത ഒരു വലിയ വിഭാഗം മനുഷ്യരെ അത് മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വേറെ വലിയ വിഭാഗം മനുഷ്യരെ അത് പ്രതിനിധീകരിക്കുന്നില്ല കവിത. വൃത്തം കൊണ്ടും അതെ, ഈ ആശയം കൊണ്ടും അതെ. വൃത്തം വാസ്തവത്തിൽ കവിതയുടെ വൃത്തത്തെ സംബന്ധിച്ച് ഇപ്പോഴും വലിയ തർക്കം നടക്കുന്നു എന്നുള്ളത് വലിയ കൗതുകമാണ് ഈ എയുടെ കാലത്തും. കാരണം വൃത്തത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഇന്ന് മനുഷ്യൻ വേണ്ട വൃത്തത്തിൽ കവിത എഴുതാൻ. വൃത്തം ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതൊരു കോമൺ സെൻസ് കൊണ്ട് ആലോചിക്കാവുന്ന സാധനമാണ്. ഇത് കണക്കിന്റെ ഒരു കളിയാണ്. ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ. ഇത് നമുക്ക് ഒരു സോഫ്റ്റ്വെയറിനെ പഠിപ്പിച്ചാൽ നമ്മൾ എന്ത് കവിത എഴുതി കൊടുത്താലും അത് വൃത്തത്തിലാക്കി തരും. നമ്മൾ ഏത് കവിത എടുത്തു കൊടുത്താലും അതിന്റെ വൃത്തം തിരിച്ചു തരാനുള്ള സോഫ്റ്റ്വെയർ ഓൾറെഡി ഇപ്പൊ തന്നെ ഉണ്ട്. ഇത് നിങ്ങൾ ഇന്ന വൃത്തത്തിലാണ് ഈ കവിത എന്ന് പറഞ്ഞു തരാനുള്ള സോഫ്റ്റ്വെയർ ഇപ്പോഴേ ഉണ്ട്. കുറച്ചും കൂടെ സമയം എടുത്ത് നമ്മൾ ആരെങ്കിലും ഒരാൾ മെനക്കെട്ടാൽ നമ്മൾ എഴുതുന്ന എന്തിനേയും വൃത്തത്തിലാക്കി തരാൻ ആ സോഫ്റ്റ്വെയർ റെഡിയാണ്. അതിന് മനുഷ്യൻ വേണമെന്നില്ല. മിച്ച സമയം അത്രയേറെ ഉണ്ടായിരുന്ന ഒരു ജനതയ്ക്ക് അത്തരം കേളികളൊക്കെ ആകാമായിരുന്നു. ആ കേളികൾ ആ സമയത്തൊക്കെ അവർ കളിക്കുകയും ചെയ്തു. അതല്ലാതെ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വലിയ ചർച്ച നടത്തേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു വൃത്തത്തെ സംബന്ധിച്ച്. മറിച്ച് ഭാഷയിൽ ഈ വിധ്വംസകത, സമൂഹം ആവശ്യപ്പെടുന്ന ഓരോ സന്ദർഭം ആവശ്യപ്പെടുന്ന വിധ്വംസകത, പ്രാദേശികതയ്ക്കൊക്കെ ആ നിലയ്ക്ക് ചില മൂല്യങ്ങളും ഉണ്ട്. ഇപ്പം മലപ്പുറത്തെ ഒരു ഭാഷ പിന്നെ മലയാളത്തിൽ ഇന്ന് മുഴങ്ങുന്നു ഒരു കവിതയിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോ റഹീമയുടെ ഇന്ത്യ അടുത്ത ഏറ്റവും ബെടക്ക് ബായ, പേരിൽ ഒരു പടല തൂങ്ങാതെ ബായ കൃഷിക്കാരുടെ മക്കൾ ആരും സ്കൂൾ കഴിച്ചിലായ ചരിത്രമില്ല. ഈ വാക്കുകൾ ഇന്ന് മുഴങ്ങുന്നതിന് വാസ്തവത്തിൽ പ്രാദേശികത മാത്രമല്ല, മലപ്പുറവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒട്ടാകെ നടന്നു വരുന്ന ഹേറ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനിങ്ങിനെ കൗണ്ടർ ചെയ്യാൻ കൂടി കവിതയ്ക്ക് ശേഷിയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ചെറിയ കുട്ടികളാണ് എഴുതുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ വില കുറച്ച് കാണേണ്ട കാര്യമില്ല. വളരെ പൊളിറ്റിക്കലാണ് അവർ പറയുന്ന കാര്യം. അല്ലാതെ വാഴയുടെ കാര്യം പറയാൻ വേണ്ടി മാത്രം ഒരു കവിത എഴുതി തീർക്കല്ല. അവർക്ക് ഈ കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് നമ്മളോട് പറയാനുണ്ട്. അതിന് അവർ അതിൻ്റെതായ ഒരു ഭാഷ രൂപീകരിക്കുന്നു. വളരെ മുമ്പേ ആളുകൾ, ഇപ്പം എനിക്ക് ഈ ആഗോള മുതലാളിത്തത്തിന്റെ കടന്നുകയറ്റത്തെ കുറിച്ചൊക്കെ ഛാറ എന്ന് പറയുന്ന ഒരു കവിത സമാഹാരം തോമസ് ഊട്ടി, എനിക്ക് തോന്നുന്നു വളരെ വളരെ മുമ്പ് വന്നിട്ടുള്ള പുസ്തകം. തന്തയില്ലാത്തവനെ തന്തയെ തരാം എന്നാണ് അവറ്റകൾ പേറ്റന്റിൽ പറഞ്ഞത് എന്നാണ് ആദ്യത്തെ വരി. തന്തയില്ലാത്തവനെ തന്തയെ തരാം എന്നാണ് അവറ്റകൾ പേറ്റന്റിൽ പറഞ്ഞത്. ഇത് നമ്മൾ പിന്നെയാണ് അതിന്റെ ഒരു ചൂടറിയുന്നത്. ഈ പാരമ്പര്യ വ്യവസായത്തിന്റെ, പൈതൃക വ്യവസായത്തിന്റെ ഒക്കെ ചൂട് നമ്മൾ പിന്നെയാണ് അറിയുന്നത്. നമ്മളെ വിറ്റ് കാശാക്കുന്ന മുതലാളിത്തത്തിന്റെ ഒരു യുക്തി. ഇപ്പം ഫെഡറൽ ജെയിംസൺ നമ്മുടെ ആധുനികോത്തരത്തെ പറ്റി പറയുന്നത് തന്നെയല്ലേ, മുതലാളിത്തത്തിന്റെ ഒരു സാംസ്കാരിക യുക്തിയാണ്, നവ മുതലാളിത്തത്തിന്റെ ഒരു സാംസ്കാരിക യുക്തിയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ്. സത്യമാണ്. ഈ വസ്തുതകളെ കൂടി വെച്ചുകൊണ്ട് വേണം അവരുടെ ഭാഷയെയും നമ്മൾ മനസ്സിലാക്കാൻ എന്ന് തോന്നുന്നു. കാരണം സമൂഹം ആവശ്യപ്പെടുന്നത് അതിന്റെ ഏറ്റവും ശക്തിയിൽ കൊടുക്കാൻ ശ്രമിക്കുന്ന, വളരെ പൊളിറ്റിക്കലായി കൊടുക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരാണ് വാസ്തവത്തിൽ ഇപ്പൊ കവിതയിൽ വ്യവഹരിക്കുന്നത്. അതല്ലാതെ കുറച്ചുപേർ കവിതയിൽ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് നേരത്തെ പറഞ്ഞ ആളുകളാണ്. അവരാണ് ഈ അച്ചടി പേജൊക്കെ മിക്കവാറും അവർ തന്നെയാണ് ഇപ്പോൾ ഹൈജാക്ക് ചെയ്യുന്നത്. ഫെസ്റ്റിവലുകളൊക്കെ മിക്കവാറും അവരാണ് ഹൈജാക്ക് ചെയ്യുന്നത്. അതിനർത്ഥം കവിത അവിടെയാണെന്നല്ല. അവരെയൊക്കെ വലിച്ച് പുറത്തിടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എങ്കിൽ കവിതയുടെ കാര്യം കഷ്ടമാണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരർത്ഥം. കവിത എഴുതുന്ന ധാരാളം പേരുണ്ട്, വലിയ ശക്തിയിൽ കവിത എഴുതുന്ന ആളുകളുണ്ട്. ഇപ്പൊ വാഴക്കൊല എന്ന് പറയുന്ന കവിതയ്ക്ക് ശേഷം ഒരുപക്ഷെ വാഴയെക്കുറിച്ച് മലയാളത്തിൽ വന്നിട്ടുള്ള വളരെ രസകരവും പൊളിറ്റിക്കലുമായ ഒരു കവിതയാണ് റഹീമയുടേത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല.
കാരണം റഹീമ ആ കവിത എഴുതാൻ എടുത്തിട്ടുള്ള ഭാഷയും അതിനകത്ത് അവൾ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ആശയങ്ങളും എല്ലാം നോക്കൂ, എന്ത് രസമാണ്. കണക്കിനോര് അളവില്ലാത്ത നീളത്തിൽ ഏരിയും വീതിയിൽ കുണ്ടും കുത്തും. കണക്ക് പഠിക്കാനായിട്ട് വാഴകൃഷി നടത്തുന്നവരുടെ മക്കൾ ചെയ്യുന്നത് കണക്കിനോര് അളവില്ലാത്ത നീളത്തിൽ ഏരി എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ വളരെ പ്രാദേശികമായിട്ട്, ഏരി മാടുക എന്നൊക്കെ നമുക്ക് ഒരു പക്ഷെ പാലക്കാട്ടുകാർക്ക് മനസ്സിലാവും, പുണ്യക്കൊക്കെ മനസ്സിലാവുമായിരിക്കും, പക്ഷെ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വീതിയിൽ കുണ്ടും കുത്തും. പാഠം 1, മൊത്തം കന്ന് സമം നീളത്തിലെ കന്ന് ഗുണം വീതി കന്ന്. ഇതാ ഇങ്ങനെ ഈ കന്നുകളുടെ തന്നെ ഈ നടീലിന് വാഴകൃഷിക്ക് വേണ്ടിയിട്ടുള്ള കന്നുകളുടെ തന്നെ കണക്കിനെ സ്വന്തം കണക്ക് പുസ്തകത്തിന്റെ കണക്കാക്കി മാറ്റുന്ന ഒരു അല്ലെ. പാഠം 2 സസ്യശാസ്ത്രം. അധികമായാൽ നനവും വിഷയം. സാമാന്യശാസ്ത്രം കന്ന് ചീഞ്ഞാൽ കൂമ്പ് ചീയും. നോക്കൂ, നമ്മുടെ പാരമ്പര്യങ്ങളിൽ നിന്നും നമ്മുടെ വാമൊഴിയിൽ നിന്നും ഒക്കെ വലിയ തോതിൽ ഊർജം എടുത്തുകൊണ്ട് തന്നെയാണ് കുട്ടികൾ ഈ പുതിയ നോക്കൂ, ഒരു ഇലക്ഷന്റെ തൊട്ട് മുമ്പാണ് ഈ കവിത വരുന്നത്. കന്ന് ചീഞ്ഞാൽ കൂമ്പ് ചീയും എന്ന് പറഞ്ഞു. ഇലക്ഷന്റെ തൊട്ട് മുമ്പാണ് ഈ ഒരു കവിതയ്ക്കകത്ത് കിടക്കുന്നത്. ഇതിനെ വായിച്ചെടുക്കാൻ നമ്മൾ എത്രത്തോളം മെനക്കെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈ മെനക്കെടലിലാണ് ബായ വെറും ഒരു ബായല്ല, നത്തോലി ചെറിയ മീനല്ല എന്ന് പറഞ്ഞ പോലെ ബായ വെറും ഒരു ബായല്ല എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് പ്രാദേശികത അല്ലെങ്കിൽ ഇത്തരം പൊളിറ്റിക്സ്, ഇത്തരം ഭാഷ ഒക്കെ കവികൾക്ക് എടുത്തുപയോഗിക്കേണ്ടി വരുന്നു. ഇത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഓവർഫ്ലോ അല്ല, വളരെ ബോധപൂർവമായിട്ടുള്ള കാവ്യ സാമഗ്രിയാണ് എന്ന തിരിച്ചറിവോടെ തന്നെ ഉള്ള പ്രയോഗമാണ്. അത്തരത്തിൽ ധാരാളം പേർ കവിതയിലും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് മുതലാളിത്തമാണ് നമ്മളെ നിശ്ചയിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കവിതയുടെ ഭാവി വലിയ അനിശ്ചിതത്വത്തിലാണ് എന്ന് പറയാതെയും വയ്യ. താങ്ക് യു സർ. കവിതയുടെ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മുടെ പ്രാദേശിക ഇടങ്ങളിൽ നിന്നുമൊക്കെ വാക്കുകളും ഭാഷയും ആശയങ്ങളും ബിംബങ്ങളും ഒക്കെ കടമെടുത്തുകൊണ്ട് വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടലുകൾ കവിതയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു പ്രതീക്ഷയാണ് ശിവപ്രസാദ് മാഷ് മുന്നോട്ട് വെച്ചത്. ഒത്തിരി ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. അജിത്ര ടീച്ചർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? പുതിയ കവിതകളോട്, പുതിയ കാലത്തെ ഭാഷയിൽ ഉണ്ടാകുന്ന കവിതയുടെ ഭാഷയിൽ ഉണ്ടാകുന്ന മൊത്തത്തിലുണ്ടാകുന്ന കെട്ടുപൊട്ടിക്കലുകളോട് എങ്ങനെയാണ് അജിത ടീച്ചർ പ്രതികരിക്കുന്നത്? അതിൽ പ്രതീക്ഷ കാണുന്നുണ്ടോ? ടീച്ചറെ മൈക്ക് ഓൺ ചെയ്തോളൂ കേട്ടോ. മൈക്ക് ഓൺ അല്ലേ? മൈക്ക് ഓഫ് ആണ് ടീച്ചറെ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇത് മൈക്ക് ഓൺ ആയി കിട്ടുന്നില്ല എനിക്ക്. ഹലോ, മൈക്ക് ഓൺ ആണ്? എന്റെ ഫോണിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടേ, അത് ചിലപ്പോ. ഓക്കെ ടീച്ചർ, ഇപ്പൊ കേൾക്കുന്നുണ്ട്, സംസാരിച്ചോളൂ. പെട്ടെന്ന് എന്റെ മനസ്സിൽ നിന്ന് പോയി. ഇപ്പൊ മാഷ് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. ചാറ്റ് ജിപിടിയുടെ ഒക്കെ കാലത്ത് നമ്മള് ഇപ്പോഴും അല്ല, അത് ക്ലിയർ ആണ്. മാഷ് പറഞ്ഞ ഭാഗം ഞാൻ ഇനി എടുത്ത് പറയുന്നില്ല. ഇപ്പൊ നമുക്ക് ദൂരെ ഒരു മഴ പെയ്യുന്നുണ്ടെന്ന് അറിയാനായിട്ട് ഒരു തണുത്ത കാറ്റ് മതി. ഇതുപോലെയാണ്. പക്ഷെ മുതലാളിത്തമല്ല, ഏത് കുത്തക ആയിട്ടുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാലും മാഷ് കവിതയുടെ ഒരു സ്ഥിതി ആശങ്കയിലാണെന്നുള്ളൊരു അർത്ഥത്തിലാണ് മാഷ് നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഞാനതിൽ വലിയൊരു പ്രതീക്ഷ കാണുകയാണ്. ഇപ്പോ വളരെ ആസുരമായ ഒരു കാലഘട്ടത്തിലൂടെ മാനവികതകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്, ഇപ്പൊ പൗരത്വ ബില്ല് എന്നുള്ളൊരു ആശയമൊന്നും നമുക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പ് അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കുമ്പോൾ, പൗരധർമ്മം പഠിക്കുമ്പോൾ, ചരിത്രം, ഇപ്പൊ ഫെഡറലിസം, ഭരണഘടന, ഇതൊക്കെ വളരെ മാർക്ക് കിട്ടാൻ വേണ്ടി പഠിച്ചു പോയ ഒരു കാലം നിന്നുകൊണ്ട് ഇത് ജീവിത പരീക്ഷകളിൽ ഇതൊക്കെ എടുത്ത് എഴുതേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് അത് നമ്മുടെ ജീവിത കവിതയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഓരോ കാലത്തും നമ്മൾ എത്രമാത്രം ശ്വാസം മുട്ട് അനുഭവിക്കുന്നുണ്ടോ, ആ തിക്കുമുട്ടലിന്റെ ഉള്ളിലും ഒരു കവിതയായിട്ട് അത് വന്ന് ഇപ്പോ ഖാസയില്
അല്ലെങ്കിൽ ബോംബിട്ട് കൊണ്ടിരിക്കുമ്പോൾ പലസ്തീൻ്റെ ആളുകൾ ബോംബിട്ടുകൊണ്ട് അവിടുത്തെ പ്രസിദ്ധരായ എല്ലാ കവികളെയൊക്കെ മഹമ്മൂദ് ദർവീഷിന്റെ വരികൾ പോലെ അവിടെ തന്നെ പ്രശസ്തരും അപ്രശസ്തരുമായ ആളുകളുടെ വരികളൊക്കെ നമ്മളോട് ചോദ്യം ചെയ്തിരുന്നു. ഒരു ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ ഒരു കഴുമരം തീർക്കുമ്പോൾ അവിടെ ഒരു ജീവിതം എന്ന് എഴുതി വെക്കാനും, നിങ്ങളൊരു ശ്മശാനം തീർക്കുമ്പോൾ അവിടെ ഒരു 4 വരി കവിത എഴുതി വെച്ച് തിരിച്ചു നടക്കാനും ശേഷിയുള്ളവനാണ് കവി. കവി അത്രക്ക് പ്രബുദ്ധവും കവി അത്രക്ക് വലിയൊരു പ്രഭുവാണ്, ഒന്നുമില്ലായ്മയുടെ പ്രഭുവാണ് കവി. ആ കവി അത്രക്ക് ധൈര്യത്തില് നിൽക്കുമ്പോൾ അവിടെ ആശങ്കക്ക് വകയില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ടോക്ക് നമുക്കൊരു കവിതയായിട്ട് വേണം വായിക്കാം. കവിതയുടെ പേര് സജീവം തന്നെയാണ്. ഹൗ ധന്യാത്മൻ ജയ് ഭാരത് മാതാ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ സജീവല്ലേ? ഓ പിന്നല്ലാതെ നമ്മള് ഒട്ടുദൂരം മുന്നിലല്ലേ ജയ് ഭാരത് മാതാ. ശരി, പേര് വെട്ടേണ്ടവരെയെല്ലാം വെട്ടുന്നുണ്ടല്ലോ, കറക്റ്റ് വെട്ടി പുതുക്കിയിട്ടുണ്ടല്ലേ പട്ടിക മുന്നോട്ട് പോകുന്നത്. പിന്നല്ലാതെ ഒരു പഴുതും ഉണ്ടാവില്ല. പൻസാരെ, കൽബുർഗി, അഖ്ലാഖ്, ജുനൈദ്, സഫ്ദർ ഹാഷിമി, ഗൗരി, സജീവം. കാരണം ഇത് സുഖകരമായ അവസ്ഥയിൽ നിന്നിട്ടുണ്ടാവുന്ന കവിത അല്ല. ഇതുപോലെ കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ഒട്ടനവധി കവിതകൾ, ബുൾഡോസർ രാഷ്ട്രീയമായാലും വിഭാഗീയതയും വർഗീയതയും മനുഷ്യനെ നിറം കൊണ്ട് സാമ്പത്തികം കൊണ്ട് പല തരത്തില് തട്ടുകളാക്കി നിർത്തിക്കൊണ്ട് സംസാരിപ്പിക്കുമ്പോൾ അതിനെതിരെയൊക്കെ കവിത വലിയ ഏറ്റവും ചെലവ് കുറഞ്ഞൊരു മാധ്യമമാണ്. ഇപ്പൊ ഒരു തെരുവ് നാടകമാകട്ടെ അല്ലെങ്കിൽ ഒരു 1 man ഷോ എന്തും ഓണാക്ട് ഒക്കെ നടത്തുന്നേക്കാളും എളുപ്പമാണ്. നമ്മൾ പരിഹസിക്കും കവിയരങ്ങെന്നും പറഞ്ഞ് കുറെ എണ്ണം വന്ന് തൊണ്ട പൊട്ടുന്നു. പക്ഷെ ആ തൊണ്ട കീറി വിളിച്ചു പറയുന്നതിൽ 1 or 2 ചാട്ടുള്ളി പ്രയോഗങ്ങളും ബൂമറാങ്ങുകളും ഉണ്ട്. അത് കൊള്ളേണ്ടവരുടെ നെഞ്ചിൽ തന്നെ തുറക്കും. കാരണം കവി പേടിയില്ല. കവി വിളിച്ചു പറയും, എല്ലാ സത്യങ്ങളും വിളിച്ചു പറയും കവി. അതുകൊണ്ട് തന്നെയാണ് കവിതയെ എക്കാലത്തും ഭയന്നിട്ടുള്ളത്. നെരൂദയെ തിരക്കി പിനാഷയുടെ പട്ടാളക്കാർ ചെന്ന് കഴിഞ്ഞ് മുറിയൊട്ടാകെ വലിച്ചു വാരിട്ട് റെയ്ഡ് നടത്തി ചോദിക്കുമ്പോൾ പിനാഷയുടെ പട്ടാളക്കാരോട് നെരൂദ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ തിരയുന്നത് എൻ്റെ വിലപിടിപ്പുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ ഞാൻ ഒളിച്ചു കിടത്തിയ തോക്കുകളോ ആയുധങ്ങളൊക്കെയാണ്. പക്ഷെ ഇതിനേക്കാളൊക്കെ 10 മടങ്ങ് സ്ഫോടക ശേഷിയുള്ള മാരക ശേഷിയുള്ള അക്ഷരങ്ങളുടെ മൈനുകളാണ് ഞാനിവിടെ പാകിയിട്ട് പോയിട്ടുള്ളത്. അപ്പോ അതിനെ നശിപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. അക്ഷരം എന്ന് പറഞ്ഞാല് നാശമക്ഷരം ഇല്ലാത്തതാണ്. അതുകൊണ്ട് അത് തന്നെയാണ് കവിയുടെ ഓരോ കവി. രുധിരാനുസാരി കവി എന്ന് പറഞ്ഞിട്ടുള്ളത് വെറുതെ ഒന്നുമില്ല. അവനൊന്നുമില്ല, പോയാ പോയി, കിട്ടിയാ കിട്ടി. പണ്ട് എഴുത്തോ നിന്റെ കഴുത്തോ എന്ന് ചോദിച്ചിട്ട് ഗോവിന്ദൻ സമീക്ഷ എന്നുള്ള സമാന്തര മാസിക നടക്കുന്ന കാലത്ത് ചോദിച്ചിട്ടുണ്ട്. ആ കഴുത്തിലിരുന്നു കൊണ്ട് പൊന്നാനിക്കളരിയിലത്തെ ഓരോരുത്തരെയും ജീവിത പാഠങ്ങൾ വായിച്ച് വളർന്നിട്ട് ഏറ്റവും അറ്റത്തിരുന്നു കൊണ്ട് ഒരു കവി ചോദിക്കാണ്. കവി എഴുതി വെച്ച് കഴുത്ത് വേറൊന്നുമില്ല, അയാളുടെ പരിസരത്ത് നിന്നിട്ട് അവൾ എഴുതിച്ചു, പിരിഞ്ഞു പോകുന്നവർ പരസ്പരം പിന്തിരിഞ്ഞു നോക്കുമ്പോഴാണ്. ഏറെ വേദനയോടെ പിരിഞ്ഞു പോകുന്നവർ പരസ്പരം പിന്തിരിഞ്ഞു നോക്കുമ്പോഴാണ് കഴുത്തുകൾ കവിതയാവുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട്, കാരണം അങ്ങനെ ഒരു ബ്രേക്കപ്പിന്റെ ഒക്കെ അറ്റത്തെത്തിയിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. സമാധാനപൂർണമായിട്ട് പിരിയാന്ന് പറഞ്ഞിട്ട് അത് ഏത് പ്രായത്തും വലിയ കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേക പ്രായത്തിൽ. കവികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കവികൾ മരണം വരെ പ്രണയികളാണ്. ഇപ്പോ നമ്മള് മൊയ്യൻകുട്ടി വൈദ്യരുടെ ഒക്കെ കവിത, ബദറൻ മുനീർ, ഇതില്ല ഇപ്പോഴും ആ ഒരു പ്രണയം. അവർക്കൊന്നും പ്രായമില്ലല്ലോ. ആ ഒരു വരികൾ വായിക്കുമ്പോഴാവട്ടെ, ഈ അറ്റത്ത് നിങ്ങളുടെ മണികണ്ഠം പെരുമ്പിലല്ലേ ഒരു പുഴ എപ്പോഴും നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ മലർക്കൊടിയെ ഞാനെന്നും പുഴയരികെ പോകുമ്പോൾ വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട്, അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട്. അയാളത് വളരെ സിമ്പിളായിട്ട് പറയുമ്പോ ആ പുഴയും നമുക്ക് വളരെ ഏറ്റവും പരിചിതമായ ബിംബങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് അത് വർക്കൗട്ടായി പോണത്. അതുകൊണ്ട് അത് ഏറ്റു പറയാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ എനിക്ക് ആശങ്കയില്ല. മാഷ് ഒരു ആശങ്കയിലാണത്. മാഷ് ആശങ്കയിലാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആശങ്കയില്ല. എവിടെ ശ്വാസം മുട്ടിപ്പിടയുന്നോ, എവിടെ ഒരു പുൽനാമ്പ് കാണുന്നുണ്ടോ അവിടെ നിന്നൊക്കെ കവിത ജനിക്കും. അത് പൊട്ടി മുളക്കും.
അത് ഇലമുളച്ചി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്. ഇലയിട്ടാലും അതുപോലെയാണ്. ഇലച്ചെടികളും പൂച്ചെടികളും മുൾച്ചെടികളും ഒക്കെ ഉണ്ട് കവിത. അപ്പൊ കവിതയുടെ ആ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ആശങ്കക്കിടയുണ്ടാവാൻ പാടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലത്തെ ചില സാഹചര്യങ്ങളെ കൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. അപ്പോ ഇന്ന് EBCയുടെ പ്രോസ് ആൻഡ് കോൺസ് ലിറ്ററേച്ചർ നാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഏറ്റവും അവസാനത്തെ സെഷനായിരുന്നു ഇത്. കവിയുടെ മലയാള ഭാവന, കവിതയുടെ വർത്തമാനം എന്ന ഈ അവസാന സെഷൻ ഭംഗിയായി തന്നെ നമ്മൾ അവസാനിപ്പിച്ചു, അവസാനത്തോടെത്തി. ഭംഗിയായി തന്നെ ഈ സെഷൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും AI കവിത എഴുതിയാലും അതുപോലെ എന്തൊക്കെ സംഭവിച്ചാലും തന്നെ ലോകത്ത് യുദ്ധവും അതുപോലെ അനീതിയും വർഗീയതയും ഫാസിസവും ഒക്കെ ഇന്ത്യയിലും ആകമാനമുള്ള ലോകമെമ്പാടും പടർന്നു വന്നിരിക്കുമ്പോഴും അതിന്റെ ആകുലതകളും വേവലാതികളും ആശങ്കകളും നാളെ എന്ത് എന്നുള്ള ഒരു ധാരണയും ഇല്ലാത്ത ഒരു മുന്നോട്ട് പോക്കും ഒക്കെ നടക്കുമ്പോഴും കവിത എന്ന് പറയുന്നത് പ്രതീക്ഷയോടെ ഒരു സാംസ്കാരിക പ്രവർത്തനം കൂടിയായി നമ്മളിലൊക്കെ ഇഴുകിച്ചേർന്ന് നമ്മളിലൊക്കെ നിലനിൽക്കുന്നു, അവശേഷിക്കുന്നു എന്ന ഒരു സത്യത്തിലേക്ക് അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ കവിത എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെ വേർഡ്സ്വർത്തിന്റെ ഭാഷയിൽ ഒരു സ്പോണ്ടേനിയസ് ഓവർഫ്ലോ മാത്രമല്ല കവിത. അത് ബോധപൂർവമായ കൃത്യമായ ധാരണയോടെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. പോയട്രി ഈസ് പൊളിറ്റിക്കൽ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു സെക്ഷനായിരുന്നു ഇത്. അപ്പോ ഈ